നമസ്തേ. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഓരോ വാർത്താ ദിനത്തിലേക്കും കടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല വാർത്തകൾ മാത്രം നിങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ നമുക്കറിയാം, എപ്പോഴും അശുഭകരമായ വാർത്തകൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അതും നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർത്തകൾ നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശുഭം ആയി പ്രതീക്ഷിക്കുന്നതെല്ലാം ശുഭമായി തന്നെ വരണമെന്നില്ല എങ്കിലും പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം ഇന്നലത്തെ വാർത്തകളെന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നാൽ അത് ഓർമ്മകളായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ചരിത്രമായി മാറിക്കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത് നാളെ എന്നാൽ നമ്മുടെ സ്വപ്നം മാത്രമാണല്ലേ. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ഇന്ന് പരിശ്രമിക്കണം. നാളെ നമ്മുടേതാവണമെങ്കിൽ ഇന്ന് നമ്മുടേതാക്കണം എന്ന ചൊല്ല് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബെസ്റ്റ് നൽകാൻ ശ്രമിക്കാം. അപ്പോൾ നാളെകൾ നമ്മുടേതായി മാറും. ഈ നാളെകൾ ഇന്ന് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൃത്യമായി ഒന്നും പറഞ്ഞില്ല. ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നു. 2025 ജൂലൈ മാസം 3-ാം തീയതിയാണ്. ഇന്ന് അത്തം നക്ഷത്രമാണ്. 1200-ാം ആണ്ട് മിഥുനമാസം 19-ാം തീയതി. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ഏകദേശ സമയമാണ് എപ്പോഴും പറയുന്നത്. അത് സൂര്യോദയത്തിനനുസരിച്ച് വിവിധ നഗരങ്ങളിൽ മാറി വരും എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. കേരള രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിയമപരം. VC-യുടെ തീരുമാനം ചട്ടങ്ങളെല്ലാം പാലിച്ച്. VC-യുടെ കൂടുതൽ അധികാരം വ്യക്തമാക്കിയ രേഖകൾ. ജനം ബ്രേക്കിംഗ്. SFIക്കെതിരെ നിലപാട് കടുപ്പിച്ച് കാലടി സംസ്കൃത സർവകലാശാല. അച്ചടക്ക പരിഷ്കാരം തുടരും. 22 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഭാരതം അമേരിക്ക ബന്ധം കൂടുതൽ ശക്തം. പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണ. US പ്രതിരോധ സെക്രട്ടറിയെ കണ്ട് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഒപ്പിടാനിരിക്കുന്ന കരാറുകളിന്മേൽ ചർച്ച. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ റിപ്പോർട്ടായി. ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. നടപടി ഉണ്ടാകുമെന്ന് സൂചന. അനാസ്ഥയുടെ സ്മാരകമായി കൊച്ചി ക്യാൻസർ സെന്റർ. പൂവണിയാതെ മന്ത്രിമണ്ഡലത്തിലെ സ്വപ്ന പദ്ധതി. കോഴിക്കോട് സർക്കാർ ബീച്ച് ആശുപത്രിയിൽ അലംഭാവം തുടർക്കഥ. അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടക്കുന്നില്ല. ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ജോസ്മോൻ മകളുടെ കഴുത്ത് ഞെരിച്ചത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് തോർത്തു കുരുക്കി ജാസ്മിന്റെ മരണം ഉറപ്പാക്കി. ആലപ്പുഴയിലെ ശശിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതം. ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. ഭീഷണിപ്പെടുത്തിയ മിനി മുത്തൂറ്റ് ജീവനക്കാരെയും പ്രതിയാക്കും. പ്രതിഷേധം ശക്തമാക്കാൻ BJP. ശശിയുടെ സംസ്കാരം ഇന്ന്. സൂംബ ഡാൻസിൽ മതപരമായ വിയോജിപ്പുണ്ടെന്ന് ISO. പരിശീലനം തുടർന്നാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ലെന്ന വിസ്ഡം. വിവാദത്തിന് പിന്നിൽ തീവ്രവാദം തലയ്ക്ക് പിടിച്ചവരെന്ന് PC ജോർജ്. കൊറിയർ മാർഗം കൊച്ചിയിലേക്ക് ലഹരിക്കടത്ത് നിർബാധം. പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങൾ. ഡാർക്ക്നെറ്റ് ലഹരി കേസ് പ്രതി എഡിസണെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ NCB. ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രിക്ക്. പ്രസിഡന്റ് ജോൺ മഹാമയിൽ ഏറ്റുവാങ്ങി നരേന്ദ്രമോദി.
രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക് ആദ്യ ദിനം 5 വിക്കറ്റിന് 310 റൺസ്. 100 അടിച്ച ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായ ശേഷം 3 ഇന്നിംഗ്സിനിടെ രണ്ടാം സെഞ്ചുറി. സന്ദീപ്ജി പറയുന്നു കൺഫ്യൂഷൻ ആക്കല്ലേന്ന്. ഞാൻ കൺഫ്യൂഷൻ ആക്കിയത് രാഹുകാലത്തിൻ്റെ കാര്യത്തിലാണ്. രാഹുകാലം ഉറപ്പിച്ചോളൂ 1:30 മുതൽ 3 വരെയാണ്. പക്ഷേ ഏകദേശ സമയം എന്ന് പറയാൻ കാരണം അത് ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങൾ വരാം, സൂര്യോദയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്നുള്ളതിനാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റ് കൺഫ്യൂഷനുകളൊന്നുമില്ല. ഭരണതലത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുമായിരിക്കും, നമുക്കതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ നികുതി പണം എവിടെ പോകുന്നു? ഇത് പലപ്പോഴും നമ്മുടെ തന്നെ ക്ഷേമത്തിന് വേണ്ടി ചെലവാക്കും എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വാങ്ങുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും കാണാറുണ്ട്. പക്ഷേ പിന്നീട് അതിനെന്താകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചിരി ഉളവാക്കുന്ന കാര്യങ്ങൾ പോലും ഉണ്ടാകുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യം പറയാം. വർഷങ്ങൾക്ക് മുൻപ് 2 ആംബുലൻസുകൾ വാങ്ങി. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ആംബുലൻസുകൾ. പക്ഷേ ഈ ആംബുലൻസുകൾ വാങ്ങി എന്നുള്ളതല്ലാതെ അതിനൊരു രജിസ്ട്രേഷൻ പോലും കിട്ടിയിട്ടില്ല. അനാഥമായി കിടക്കുകയാണത്. ഈ രജിസ്ട്രേഷൻ കിട്ടാത്തതിന് കാരണം അതിൻ്റെ ചവിട്ടുപടിക്ക് ഉയര കൂടുതലെന്ന് ആരോപിച്ചാണ് രജിസ്ട്രേഷൻ പോലും ചെയ്യാതെ ഈ വാഹനം ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാലും അത് വാഹനമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസുകൾ ജനങ്ങളുടെ കൺമുന്നിൽ നിന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അന്നും ഇന്നും കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF തന്നെ. വർഷങ്ങളായി ഈ ആംബുലൻസുകൾ അനാഥരെ പോലെ കിടക്കുന്നത് കാണുമ്പോൾ നാട്ടുകാരും ചിന്തിക്കും, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? മുഴുവൻ പണവും നൽകി വാഹനം വാങ്ങിയ ശേഷമാണ് ആംബുലൻസിനകത്തേക്ക് കയറാനുള്ള ചവിട്ടുപടിക്ക് ഉയരം കൂടിയെന്ന കാരണം പറഞ്ഞ് ഉപേക്ഷിച്ചത്. 2 വർഷം മുമ്പാണ് ഈ ആംബുലൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പുതിയ ആംബുലൻസ് ആയിരുന്നു അന്ന് ഇവിടെ കൊണ്ടിട്ട്. അതിനുശേഷം അത് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ അത് നശിക്കുക. ആ സമയത്ത് നമ്മൾ ബന്ധപ്പെട്ട അന്നത്തെ കൗൺസിലറുടെ അടുത്തും മറ്റ് അധികാരികളും ചോദിച്ചപ്പോഴത്തേക്ക് അത് ഉടനെ അവർ മാറ്റും, കോർപ്പറേഷൻ വേണ്ടി മേടിച്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ കോർപ്പറേഷന്റെ കാലാവധി, ഞാൻ കൗൺസിലറായതിനു ശേഷം ഇത് ആംബുലൻസ് 2 ഇവിടെ കിടക്കുന്നതിനെ പറ്റി ഞാൻ അത് ഇപ്പോഴത്തെ മേയറെടുത്തും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെടുത്തും മറ്റൊരിടത്തെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 2012 പ്രോജക്റ്റിൽ ആംബുലൻസ് മഹീന്ദ്ര കമ്പനിയായിട്ട് എഗ്രിമെന്റ് വെക്കുകയും ആംബുലൻസ് മേടിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആംബുലൻസിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗി കയറണമെങ്കിൽ അതിന് പൊക്കക്കൂടുതലുള്ള കാരണം അത് അനുവദിക്കാൻ പറ്റത്തില്ലെന്ന അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ അത് വണ്ടി സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കമ്പനിയാണ് ഇവിടെ കൊണ്ടുവന്ന് അന്ന് നിക്ഷേപിച്ചത്. നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചെങ്കിലും നടപടിയില്ല. ഇപ്പോൾ ആളൊഴിഞ്ഞ വെള്ളക്കെട്ടുള്ള പുരയിടത്തിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ. ഇവിടമാകട്ടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോർപ്പറേഷന്റെ പല പദ്ധതികളും ഇത്തരത്തിൽ തന്നെയാണ്. ചിലതൊക്കെ തുരുമ്പെടുത്ത അവസ്ഥ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആംബുലൻസ് വിഷയം കോർപ്പറേഷൻ ഭരണസമിതിക്ക് തലവേദനയാകുമെന്നതിൽ സംശയമില്ല. ജനം, കൊല്ലം. ഇതിപ്പോൾ ആംബുലൻസുകളുടെ കാര്യം. ഇനി ഈ ആതുര രംഗത്ത് തന്നെ, ആരോഗ്യരംഗത്ത് തന്നെയുള്ള മറ്റൊരു അനാസ്ഥയുടെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളുടെ വെള്ളാനയായി മാറിയ മധ്യകേരളത്തിലെ ആരോഗ്യമേഖലയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിനെ കുറിച്ചാണ് പറയുന്നത്. സാധുക്കളായ 10,000-കണക്കിന് അർബുദ രോഗികൾക്ക് ആശ്രയമാകേണ്ട ഒരു പദ്ധതി 1 ദശാബ്ദത്തിനിപ്പുറം അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി നിലകൊള്ളുകയാണ്. മന്ത്രി P. രാജീവിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അവിടെ അത്യാധുനിക നിലവാരത്തിലുള്ള ഒരു ക്യാൻസർ സെന്റർ ഉടൻ ഉദ്ഘാടനം ചെയ്യും എന്നിങ്ങനെ പലതവണ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. മധ്യകേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വലിയ പ്രതീക്ഷയാണ് കൊച്ചിയിലെ ക്യാൻസർ സെന്റർ. നിർമ്മാണം ആരംഭിച്ച 10 വർഷം കഴിയുമ്പോഴും കേവലം കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഈ സ്ഥാപനം. ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെയും വെല്ലുവിളിക്കും രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില കെട്ടിടം, 1342 കിടക്കകൾ, 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ, അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങൾ, 287 കോടി രൂപ നിർമ്മാണ ചെലവ്. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം?
ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അർബുദമെന്ന മഹാവ്യാധിയിൽ നിന്നും രക്ഷ നേടാൻ 10,000-കണക്കിന് നിരാശ്രയർ കഷ്ടപ്പെടുമ്പോഴാണ് പണിതിട്ടും പണി തീരാതെ ഇതിങ്ങനെ കിടക്കുന്നത്. കഴിഞ്ഞ ജൂൺ 30-ാം തീയതി ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും ഇതിന്റെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. വീണ്ടും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ്. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ സെന്ററെ കുറിച്ചും വലിയ രീതിയിലുള്ള അഭിപ്രായമാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ ചികിത്സക്കായി എത്തിക്കഴിയുമ്പോഴാണ് ഇവിടെ ഒന്നുമില്ല എന്ന് രോഗികൾക്ക് മനസ്സിലാക്കുന്നത്, കുടുംബം മനസ്സിലാക്കുന്നത്. അത് അവരുടെ സമയം, വലിയൊരു സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാന സ്റ്റേജിലുള്ള രോഗികളടക്കമാണ് അവസാന അഭയം എന്ന രീതിയിൽ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മരണമാണ് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവർ സർക്കാർ ഇടപെടാത്തത് വലിയ അനാസ്ഥ തന്നെയാണ്. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. 2014 ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു ക്യാൻസർ സെന്ററിന് തറക്കല്ലിട്ടത്. കെടുകാര്യസ്ഥത നിറഞ്ഞതായിരുന്നു നിർമ്മാണ പ്രവർത്തനം. ജസ്റ്റിസ് BR കൃഷ്ണയ്യരടക്കം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നു ക്യാൻസർ സെന്ററിനു വേണ്ടി. ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ വേറെയും. എന്നിട്ടും പതിറ്റാണ്ടൊന്നു കഴിഞ്ഞിട്ടും രോഗികൾക്ക് ഈ ആതുരാലയം തുറന്നു കൊടുക്കാനായില്ല. മന്ത്രി P. രാജീവും ആരോഗ്യമന്ത്രി വീണ ജോർജും മാറി മാറി ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കുമെങ്കിലും ആശുപത്രി ഇപ്പോഴും അടഞ്ഞു തന്നെ. മധ്യ കേരളത്തിലുള്ള അർബുദ രോഗികൾക്ക് ജില്ലകൾക്കപ്പുറമുള്ള RCC തന്നെ ആശ്രയം. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും കേട്ടുമടുത്തു എന്നാണ് ഈ ക്യാൻസർ സെന്ററിന് ശാപമോക്ഷമാക്കുക. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കൊച്ചി. പ്രേക്ഷകരുണ്ട് നമ്മോടൊപ്പം. എല്ലാവർക്കും നമസ്തേ. പുലർകാല പുത്തൻ ശുഭദിനം ആശംസിക്കുന്നു. വീണാജി നമസ്തേ പറയുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും തിരിച്ച് നമസ്തേ, ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. നമുക്ക് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇനി വിവാദമായി നിൽക്കുന്ന ഒരു വ്യായാമ മുറയെക്കുറിച്ചൊന്ന് അടുത്തറിയാം. പ്രേക്ഷകർ ഈ അടുത്ത കാലത്ത് കുറച്ച് പേരല്ലാതെയും ഒക്കെ കേട്ടിട്ടുണ്ടാകും. പ്രേക്ഷകർക്ക് പരിചയം കാണുന്നത് ക്യൂബൻ സംഗീതമായ റുംബയുമായുള്ള സാമ്യം കൊണ്ട് പേര് വന്ന ഒരു വ്യായാമ നൃത്തം. ഒരു നൃത്താധ്യാപകന്റെ അബദ്ധത്തിൽ യാദൃച്ഛികമായി പിറവിയെടുത്ത ഐറ്റം പരിചയപ്പെടാം. മറന്നോ സൂംബയെ? നമ്മുടെ സൂംബ നൃത്തം കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയിലെ താരം. അതെങ്ങനെ നമുക്കൊക്കെ ഈ വിവാദം ഉണ്ടാവുമ്പോൾ അതിന്റെ പുറകേന്ന് പോകും, പിന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കും. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റോട് പോസ്റ്റ് നമ്മളും സൂംബ ഡാൻസ് ചെയ്യും, ഒപ്പം പോസ്റ്റ് ഇടും. പിന്നെ മറ്റൊരു കാര്യം വരുമ്പോൾ അതവിടെ ഉപേക്ഷിക്കും. അതല്ലേ പതിവ്. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ സൂംബ എന്തെന്ന് അറിയണ്ടേ? ട്രെയിൻ ഇൻസ്ട്രക്ടറായ ഇസയുടെ അടുത്തേക്കാണ് എത്തുന്നത്. ഇസ, ഹായ്. ഹായ്. നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ സൂംബ? ഓക്കെ, സുംബ ബേസിക്കലി ഒരു ഡാൻസ് ആണെന്നാണ് എല്ലാവരുടെയും ഒരു ചെറിയ തെറ്റിദ്ധാരണ. പക്ഷെ സുംബ ഒരു ഡാൻസ് അല്ല, അതൊരു പ്രോപ്പർ ഫിറ്റ്നസ് പ്രോഗ്രാം ആണ്. സുംബയുടെ ഒരു ഒറിജിനേഷൻ എന്ന് പറയുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയിലെ ബേട്ടോ പെരസ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സുംബ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ലൈസൻസ്ഡ് ബ്രാൻഡ്. സുംബയ്ക്ക് നമ്മളൊരു കൃത്യമായ ഫോമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ വാം അപ്പ് ആൻഡ് ദെൻ നമ്മൾ ഇന്റർനാഷണൽ റിതംസ്, കോർ റിതംസ് ചെയ്യുന്നു. ആൻഡ് ദെൻ വീൽ ഹാവ് എ പ്രീ കൂൾ ആൻഡ് കൂൾ ഡൗൺ. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സയൻസ് ബാക്ക്ഡ് ഫോമാറ്റ് സുംബയ്ക്കുണ്ട്. ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്സ് സുംബ സ്പെഷ്യൽ. ബാക്കി ഫിറ്റ്നസ് പ്രോഗ്രാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഫണ്ണായിട്ടുള്ള, കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരാത്ത രീതിയിൽ അത്രയും നല്ല ഫണ്ണായിട്ട് നല്ല പാർട്ടി മൂഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് ശരിയാണ് മൊത്തത്തിൽ. ഇനി നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൂംബ ഉണ്ടല്ലോ, ഇസയും അങ്ങനെ സ്കൂൾസിൽ പോയി ട്രെയിൻ ചെയ്യാറുണ്ട്. അവർക്ക് ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സുംബ ചെയ്യാൻ. അവർക്ക് അവരുടെ ബോറിംഗ് ക്ലാസ് റൂമിൽ നിന്നും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡാൻസ്, ഫിറ്റ്നസ്. ചില കുട്ടികൾ വന്ന് പറയാറുണ്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യാന്ന് അവർക്ക് തോന്നത്തേ ഇല്ല എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ടോപ്പ് ടു ബോട്ടം ഐ തിങ്ക് അവരുടെ ഒരു ബ്രെയിൻ ബോഡി കണക്ഷൻ, മെമ്മറി, കോർഡിനേഷൻ, കോൺഫിഡൻസ്, ടീം വർക്ക്, ഇതൊരു വലിയ ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ്.
ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റിയിൽ ഒരു തരംഗം സൃഷ്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ സുംബയാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സൂംബയ്ക്ക് ഡ്രസ് കോഡ് ഉണ്ട്. സുംബയ്ക്ക് ഡ്രസ് കോഡ് ഇല്ല. ഓക്കെ, ഏത് ഡ്രസ്സും ആവാം. ഏത് ഡ്രസ്സും ആവാം. പക്ഷേ ഇപ്പം ഡ്രസ്സിങ്ങിന്റെ കാര്യമായിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കിഡ്സിനെ ചൊല്ലിയിട്ടായിരുന്നു ഒരുപാട് വിവാദങ്ങളും വന്നിട്ടുള്ളത്. കുട്ടികൾ സ്കൂളുകളിൽ അവരുടെ സ്കൂൾ യൂണിഫോം ഇട്ടാണ് സുംബ ചെയ്യുന്നത്. And I don't think അതിൽ there is nothing wrong in that. പ്രായപരിധി ഉണ്ട്. നോ ഏജ് ലിമിറ്റ്. അതാണ് സുംബയുടെ ഏറ്റവും വലിയൊരു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. കാരണം എത്ര കൊച്ചുകുട്ടിയാണെങ്കിലും നല്ല പ്രായമുള്ള ആൾക്കാരാണെങ്കിലും സുംബയിൽ തന്നെ വിവിധ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സുംബ കിഡ്സ് ഉണ്ട്, സുംബ ഗോൾഡ് ഉണ്ട്, പ്രായമായവർക്ക് വേണ്ടി എല്ലാവർക്കും ഒന്നുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ് സുംബ. നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാം ഇന്റർനാഷണൽ റിതംസ് ആണ്. സാൽസ, കൂമ്പ്യ, റഗാത്തോൺ, മെരങ്കി, ഇതൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. സാൽസ ഐ തിങ്ക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇഷ്ടം പോലെ ഇന്ത്യയിൽ നിന്നുള്ള റിതമാണ് ഭാംഗ്ഡ. ഭാംഗ്ഡ നമുക്കറിയാം പഞ്ചാബി ആണ്. സോ ആ റിതം ഓൾസോ നമ്മുടെ സുംബയിൽ ഇൻവോൾവ് ആണ്, ഐ മീൻ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് അങ്ങനെ ലോകമെമ്പാടുമുള്ള റിതംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സുംബ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസ് പഠിക്കാത്തവർക്ക് പെട്ടെന്ന് ഇതിലൂടെ വരാൻ പറ്റും. കാരണം നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ. അത് ഓരോ വ്യക്തികളനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറേ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഇട്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ സുംബ ഫോമാറ്റിൽ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഒരു സോങ് കഴിഞ്ഞ് അടുത്ത സോങ് ഫാസ്റ്റ് മ്യൂസിക് ആയിരിക്കില്ല. ഒരു ഹൈ BPM സോങ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സോങ് ഡെഫിനറ്റ്ലി ഒരു ലോ BPM സോങ് ആയിരിക്കും. കണ്ടിന്യൂസ് നമ്മൾ സെയിം ലെവലിലുള്ള ഒരു മ്യൂസിക് ഇട്ട് അങ്ങനെയല്ല സുംബയുടെ ഒരു ഫോമാറ്റ് വർക്ക് ചെയ്യും. അപ്പൊ സംഭവം കണ്ടല്ലോ, സംഗതി സിമ്പിൾ ആണെങ്കിലും പവർഫുള്ളുമാണ്. സ്വയം കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഹരിച്ചിട്ടും കുടിച്ചിട്ടും ഞങ്ങൾക്ക് ഉത്തരം ഒന്നേ കിട്ടുള്ളൂ, നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് തുടങ്ങാം സൂംബ പരിശീലനം. ഇസക്കിം ടീമിനും ഒപ്പം ഞങ്ങളുടെ വിഷ്വൽ ജേർണലിസ്റ്റ് അജിത് എല്ലാറിനും ഒപ്പം അനു സൂരജ്, ജനം. അപ്പോൾ ഇതാണ് സൂംബ. ഇനി ഇതിൻ്റെ വിവാദങ്ങൾ അതിങ്ങനെ തുടരുക തന്നെയാണ്. പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തുടരുകയാണ്. ഈ സുംബ ഡാൻസിനെ വിവാദമാക്കുന്നത് തീവ്രവാദം തലയ്ക്ക് പിടിച്ചവരാണെന്ന് PC ജോർജ് അഭിപ്രായപ്പെടുന്നു. കുട്ടികളുടെ ശരീരത്തിന് മുഴുവൻ വ്യായാമം നൽകുന്നതാണ് സുംബ ഡാൻസ്. ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിം വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും എതിർക്കില്ല. കേരളത്തിൽ LDF-ഉം UDF-ഉം തീവ്രവാദ നിലപാടുകാരെ പിന്തുണയ്ക്കുന്ന സമീപനമാണെന്നും PC ജോർജ് വിമർശിച്ചു. ജനം TV ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു PC ജോർജ് നിലപാട് വ്യക്തമാക്കിയത്. നമസ്കാരം. സൂംബ ഡാൻസ് വിവാദം ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സൂംബ ഡാൻസ് സ്കൂളിൽ വന്നാലുള്ള PC-യുടെ ഒരു അഭിപ്രായം? ഒരു കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം. പിള്ളേർ ആടിയും പാടിയും വലിയൊരു എക്സർസൈസാണ്, അറിയാമോ? അതെന്നാ തെറ്റ്? അത് വളരെ നല്ലതായി എന്ന അഭിപ്രായക്കാരനായി ഞാൻ അതിനെ അനുകൂലിക്കുന്നു. മാന്യന്മാരായ മുസ്ലിങ്ങൾ ആരും അതിനെ എതിർക്കുകയില്ല. ഈ മത തീവ്രവാദം കൊണ്ട് നടക്കുന്ന വളരെ വൃത്തികെട്ടവന്മാരുണ്ട്, അവരാണ് ആ മുസ്ലിമാണ് എതിർക്കുന്നത്. ദേശീയ മുസ്ലിം, ഇന്ത്യ ഭാരതം എന്ന് ചിന്തിക്കുന്ന നല്ല മുസ്ലിങ്ങൾ എത്രയോ ആയിരങ്ങളുണ്ട്, അവരാരും ഇനി എതിർക്കുന്നില്ല. ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ എപ്പോഴും ദേശീയ കാഴ്ചപ്പാടിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു മാനസിക നിലയാണ് കേരളത്തിൽ. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ കോൺഗ്രസും ഒരേ മാനസിക നിലയോടെ തന്നെയാണ് കാര്യത്തിൽ നിൽക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് നോക്കാം, ഈ സൂംബയിലെ വസ്ത്രധാരണം അടക്കം മതപരമായ വിയോജിപ്പുണ്ട് എന്ന് ഇസ്ലാമിക് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ബാസിൽ പറയുന്നു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കുന്ന കുട്ടികൾക്ക് ആണാണോ പെണ്ണാണോ എന്ന ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയില്ല എന്ന് സംഘടനയിലെ നേതാക്കളുടെ അഭിപ്രായം. സുംബ പരിശീലിപ്പിച്ചാൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻറ് ഓർഗനൈസേഷനും. സൂംബ നൃത്തം പൊതുവിദ്യാലയങ്ങളിൽ പരിശീലിപ്പിച്ചാൽ അത്തരം വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കളെ അയക്കില്ലെന്നാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെ നിലപാട്. കുട്ടികളെ മാറ്റി നിർത്തുമെന്ന ഭീഷണി കൂടി ഉയർത്തുകയാണ് സംഘടന. വളരെ വൾഗറായ വസ്ത്രധാരണം അതിൽ കാണാൻ സാധിക്കും. ആ സംസ്കാരത്തിൽ അല്പവസ്ത്രം എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ആ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും പറയുന്നു, അത്തരം ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഇപ്പോഴും ആരും ഉദ്ദേശിക്കുന്നില്ല. സൂംബ നൃത്തത്തിലെ വസ്ത്രധാരണത്തോട് കടുത്ത വിയോജിപ്പുണ്ട് സംഘടനയ്ക്ക്. വസ്ത്രധാരണം മാത്രമല്ല, മതപരമായ വിയോജിപ്പ് കൂടിയുണ്ടെന്ന് തുറന്നു പറയുകയാണ് വിസ്ഡം. കുട്ടികൾ തുള്ളിച്ചാടിയാൽ ടെൻഷൻ കുറയുമോ എന്ന ചോദ്യവും സംഘടന ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ
മന്ത്രിമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമ്പോൾ, അധ്യാപകർ മുഖേന ലഭിച്ച ലിങ്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ മേഖലയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞത്. ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം സൂംബയോട് മാത്രമല്ല വിസ്ഡത്തിന് വിയോജിപ്പ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തോടും മുഖം തിരിഞ്ഞ നിലപാടാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കുന്ന കുട്ടികൾക്ക് തങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് വിസ്ഡത്തിന്റെ നിലപാട്. പരിഷ്കൃത സമൂഹത്തിൽ പ്രാകൃത ആശയങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്ന സംഘടനയെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ജനം, കോഴിക്കോട്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു വാർത്തകളിലേക്ക് വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നിരത്തുന്നത് മുടന്തൻ ന്യായങ്ങൾ. സസ്പെൻഷൻ ഉത്തരവ് VC പുറപ്പെടുവിച്ചത് നിയമപരമായ അധികാരം വിനിയോഗിച്ചിട്ടാണ്. സിൻഡിക്കേറ്റ് ചേരാത്ത സാഹചര്യങ്ങളിൽ അടിയന്തര ഘട്ടമുണ്ടായാൽ VCക്ക് തീരുമാനമെടുക്കാനുള്ള ചട്ടം നിലനിൽക്കെയാണ് ഡോക്ടർ മോഹനൻ കുന്നുമേൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. VCക്ക് കൂടുതൽ അധികാരം നൽകുന്ന രേഖകൾ ജനം TVക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഈ ജനം ബ്രേക്കിങ്ങിൻ്റെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. ഈ അധികാരം സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെ നമുക്ക് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും? ഗുഡ് മോർണിംഗ് വീണ. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു അധികാര തർക്കം അല്ലെങ്കിൽ അധികാരം സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃ സർവകലാശാലയാണ്, മാതൃകയാകേണ്ട സർവകലാശാലയാണ്. അവിടെയാണ് ഈ അധികാരത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനിടയിലാണിപ്പോൾ VCയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ VC എന്തൊക്കെ ചെയ്യണം, VCയുടെ അധികാര പരിധി എവിടം വരെയാണ് എന്നൊക്കെയുള്ള രേഖകൾ ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പം തന്നെ രജിസ്ട്രാർ അടക്കമുള്ളവർ പറഞ്ഞൊരു ന്യായമുണ്ട്. ഇത്തരത്തിൽ VCക്ക് സഡനായിട്ട് ആക്ഷൻ എടുക്കാനുള്ള അധികാരമില്ല. തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റി അത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിന് മാത്രമേ തന്നെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനോ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൃത്യമായി ഇടപെടൽ നടത്താൻ VCക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് കേരള സർവകലാശാലയുടെ ആക്ട് പറയുന്നത്. 1974 ആക്ട് പ്രകാരം സർവകലാശാല നിയമപ്രകാരമാണ് 10-13 ക്ലാസ്സിൽ പറയുന്നത് VC ആരായിക്കോട്ടെ അല്ലെങ്കിൽ VC എന്ന വ്യക്തിക്ക് സർവകലാശാലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിനോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ചേരുന്നതിനോ ആയി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. സഡൻ ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് 13 പറയുന്നത്. 10-13 എന്ന് പറയുന്ന ക്ലാസ്സിൽ പറയുന്നത്. അതിൽ VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് കൃത്യമായ ചട്ടമുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ സ്റ്റാറ്റ്യൂട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിന് പ്രകാരമാണ് ഇന്നലെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് SFI ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തുന്നു, മറുഭാഗത്ത് രാജ്ഭവനിലേക്കടക്കം DYFI രാത്രി പ്രതിഷേധ മാർച്ചുകളടക്കം സംഘടിപ്പിക്കുന്നു. ഇന്നിപ്പോൾ VC റഷ്യയിലേക്ക് പോവുകയാണ്, വിദേശ സന്ദർശനത്തിന് പോവുകയാണ്. പകരം 5 ദിവസത്തേക്കാണ് എങ്കിൽ പോലും സർവകലാശാലയുടെ VCയുടെ അധിക ചുമതല കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി VC കൂടിയായി സിസ തോമസിന് നൽകിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ സിസ തോമസ് ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ സിസ തോമസിനെ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാനൊക്കെ SFI കച്ചകെട്ടി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നിയമയുദ്ധത്തിലേക്കാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രാർ അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞതും താൻ നിയമപരമായി നേരിടും, താൻ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് വരും, തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവിറക്കാൻ VCക്ക് അധികാരമില്ല എന്നുള്ളതാണ് ആ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത്. 10-13 പറയുന്നത് VCക്ക് അത്തരത്തിലൊരു അധികാരമുണ്ട്. നമുക്കറിയാം സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുന്നത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടമോ ഒന്നും ചേരില്ല. 2 മാസം കൂടുമ്പോഴും 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ആ സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ മാത്രമേ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമുള്ളൂ. അല്ലെങ്കിൽ അതിന് പുറത്ത് അവരൊരു അധികാരമില്ല. അത് വെറും ഒരു മെമ്പർ മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അടിയന്തര സാഹചര്യം സർവകലാശാലയിൽ ഉണ്ടാവുകയും കഴിഞ്ഞ മാസം 25-ാം തീയതി കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ, സർവകലാശാലയുടെ ചാൻസലറാണ്, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി രജിസ്ട്രാർ ഇടപെട്ട് അലങ്കോലമാക്കി എന്ന് കാണപ്പെടുന്നത്, പരാതികളടക്കം ഉയരുന്നത്, ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് ആ പരിപാടി തന്നെ
അട്ടിമറിക്കാനുള്ള ശ്രമം രജിസ്ട്രാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ റിപ്പോർട്ട് ഗവർണർക്ക് നൽകി ഗവർണർക്ക് നൽകുമ്പോൾ കൃത്യമായി VC സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. രജിസ്ട്രാറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തണം, അതിലൊരു അന്വേഷണം കൃത്യമായി വേണമെന്നുള്ളതാണ്. ഇവിടെ ഈ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയപ്പോഴും അതിൽ പറയപ്പെടുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ എന്നുള്ളതല്ല, അന്വേഷണം നടത്തി കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തുക, അതുവരെ സസ്പെൻഷൻ നടപടി നേരിടണം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഇന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ രജിസ്ട്രാർ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ മുതൽ അദ്ദേഹത്തിന് ഇവിടെ പ്രവേശിക്കാനോ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനെയാണ് നിയമപരമായി നേരിടാൻ രജിസ്ട്രാർ ഒരുങ്ങുന്നത്. SFI നേതൃത്വം ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് നേതൃത്വവും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുമുള്ളത്. അതിനെ കോടതിയിലേക്ക് കയറുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ തന്നെ സർക്കാർ ഗവർണർ പോലും മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കൃത്യമായ നിയമാവലികൾ, കൃത്യമായ ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. VC അവിടെ എത്തിയപ്പോഴും ഒപ്പം തന്നെ 2025 KS അനിൽകുമാറിൻ്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചുമതല ഒഴിയണമെന്നുള്ള രീതി വന്നപ്പോൾ പുനർനിയമനം നൽകിയത് ഇതേ സിൻഡിക്കേറ്റാണ്. അന്നും അതിനെ എതിർത്തതാണ് രാജ്ഭവനും ഒപ്പം തന്നെ VC-യും. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അവിടെ അദ്ദേഹത്തിനെ നിലനിർത്തിയത്. അതേ സിൻഡിക്കേറ്റിന് മുൻപിലാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നത്. സ്വയം ന്യായീകരണം നടത്താൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ചട്ടങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെയല്ല എന്നുള്ളത് തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ തന്നെ ശാലിനി, കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് ഗവർണർ നിയമിച്ച സിൻഡിക്കേറ്റ് പ്രതിനിധികൾ പറയുകയും ചെയ്യുന്നു. സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമാണ് സിൻഡിക്കേറ്റിന് അധികാരമുള്ളത്, അല്ലാത്തപക്ഷം വൈസ് ചാൻസലറാണ് പരമാധികാരി. വൈസ് ചാൻസലറുടെ തീരുമാനം സ്വാഗതാർഹമെന്നാണ് സിൻഡിക്കേറ്റ് പ്രതികരിക്കുന്നത്. ശാലിനി, അതിൻ്റെ വിവരങ്ങൾ കൂടി. വീണ, അത് തന്നെയാണ്. ഒരു ഭാഗത്ത് SFI ഇടത് നേതാക്കൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ഈ ഒരു നടപടിയെ പ്രതികൂലിച്ചുകൊണ്ട് വിമർശനവുമായി രംഗത്തെത്തുന്നു, പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്താണ്. ആസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന കവാടത്തിന് മുൻപിൽ താൽക്കാലിക VC അല്ലെങ്കിൽ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള VC വരുമ്പോൾ അവർക്ക് എതിരെ ബാനർ അടക്കം ഉയർത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം SFI സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സിസ തോമസ് ഇവിടേക്ക് എത്തുമ്പോൾ SFI തടയുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അവർ എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് SFI സ്വീകരിച്ച നിലപാടും നടപടികളും ഒക്കെ. സമാനമായി അതിനെ അംഗീകരിക്കാൻ ഇതുവരെ ഈ ഒരു സസ്പെൻഷൻ നടപടി അംഗീകരിക്കാൻ SFI-യും ഇടത് നേതാക്കളും തയ്യാറായിട്ടില്ല. പക്ഷേ അത് സ്വാഗതാർഹം എന്ന പ്രതികരണമാണ് മറുഭാഗത്ത്, അതായത് ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പം തന്നെ ABVP അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിയമപരമായി ഒരു ഭാഗത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് കൃത്യമായ നടപടികളുടെ VC ഇതിനെ നേരിടുമെന്നുള്ളതിൽ സംശയമില്ല. ഇത് കോടതി കയറുകയാണെങ്കിൽ VC സ്വന്തം നിലയിൽ, അതായത് എതിർകക്ഷിയായി വരുന്നത് തീർച്ചയായും സർവകലാശാലയാണ്. സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് കൂടുതൽ ഉള്ളത്, ഇടത് നേതാക്കളാണ്. സ്വാഭാവികമായും VC തന്നെ ഒരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് ഈ കേസിന് മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ ഗവർണർ കൂടി കക്ഷി ചേരും. അങ്ങനെ മറ്റൊരു നിയമയുദ്ധത്തിലേക്കായിരിക്കും ഈ സർവകലാശാലയുടെ രജിസ്ട്രാറിൻ്റെ സസ്പെൻഷനും ഒപ്പം തന്നെ താൽക്കാലിക VC ഇവിടേക്ക് എത്തിയതും അങ്ങനെയുള്ള തുടർ ദിവസങ്ങൾ നീണ്ടുപോവുക. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾക്കും ഒരു ഭാഗത്ത് കളമൊരുങ്ങുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനം വഴിവെക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നിലപാടിൽ ഉറച്ചു തന്നെയാണ് VC മുന്നോട്ട് പോകുന്നത്. രാജ്ഭവനും ചാൻസലർ കൂടിയ ഗവർണറും അതേ നിലപാടിൽ തന്നെയാണ്. കാരണം തെറ്റ് ചെയ്ത ആരും, പ്രത്യേകിച്ച് ഭാരതാംബയെ അധിക്ഷേപിച്ചു ദേശീയഗാനം പാടുമ്പോൾ അല്ലെങ്കിൽ ദേശീയഗാനം പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ഗവർണറെ അനാദരവ് കാണിക്കുന്നു രജിസ്ട്രാർ. ഒപ്പം തന്നെ ആ വേദിയിൽ കയറി സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയ വേദിയിൽ കയറി ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു. അങ്ങനെ ഒട്ടനവധി കുറ്റങ്ങൾ നേരിട്ട് തന്നെ പ്രത്യക്ഷമായി നടത്തിയിട്ടുണ്ട് രജിസ്ട്രാർ എന്നുള്ളതാണ് VC കണ്ടെത്തിയിട്ടുള്ളത്. VC-യുടെ റിപ്പോർട്ട് അങ്ങനെയാണ് രാജ്ഭവനിൽ എത്തിയിട്ടുള്ളത്. രാജ്ഭവൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുകയും ഈ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിയമപരമായി ഒരു ഭാഗത്ത് ഇടത് നേതാക്കൾ മുന്നോട്ട് പോകും, മറുഭാഗത്ത് അതേ നിയമ നടപടികളുമായും ചട്ടങ്ങൾ പാലിച്ചും VC-യും മുന്നോട്ട് പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇനി ഒരു 5 ദിവസത്തേക്ക് ഡോക്ടർ മോഹൻ കുന്നുമേൽ VC ഇവിടെ ഇല്ല. പകരം അധിക ചുമതല നൽകിയിട്ടുള്ള സിസ തോമസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളതിനെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഗവർണർ അടക്കമുള്ളവരുടെ ഇടപെടലും ഇക്കാര്യത്തിൽ നിർണായകമാകും. വീണ. ഓക്കെ, ശരി ശാലിനി. SFI-ക്കെതിരെ നിലപാട് കടുപ്പിച്ച കാലടി സംസ്കൃത സർവകലാശാല. SFI നടത്തുന്ന സമരം അനാവശ്യമെന്നും അച്ചടക്കത്തിന് ആവിഷ്കരിച്ച പുതിയ പരിഷ്കാരം തുടരുക തന്നെ ചെയ്യുമെന്നും അധികൃതർ അറിയിക്കുന്നു. നിയമലംഘനം നടത്തിയ 22 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, വിവരങ്ങൾ എന്താണ്?
വീണ, കാലടി സർവകലാശാലയിൽ ഭരണത്തിന്റെ ആനുകൂല്യം പറ്റി SFI ചില നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപവും പരാതിയും നേരത്തെ തന്നെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർവകലാശാല അധികൃതർ സമയപരിഷ്കരണം അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചത്. ജൂലൈ 1 മുതൽ സമയപരിഷ്കരണം അത് നിലവിൽ വന്നിട്ടുണ്ട്. സമയപരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലഹരിമുക്ത ക്യാമ്പസ് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ അച്ചടക്ക അത് ഉറപ്പുവരുത്തുക, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 9:30-ക്ക് ശേഷം സർവകലാശാലയുടെ ഹോസ്റ്റൽ ഉപയോഗിക്കാൻ പാടില്ല. സർവകലാശാലയ്ക്കുള്ളിലേക്ക് മറ്റ് പുറത്തു നിന്നുള്ള വാഹനങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 5 മണിക്ക് ശേഷം, വൈകുന്നേരം 5 മണിക്ക് ശേഷം ഈ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതായിരുന്നു കർശനമായിട്ട് സർവകലാശാല ഇറക്കിയ ഉത്തരവും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടന പോയത്. യാതൊരു തരത്തിലും സർവകലാശാലയുടെ ഈ ഒരു സമയപരിഷ്കരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് തങ്ങൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് SFI കടന്നതും സമരം ആരംഭിച്ചതും. സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർവകലാശാലയുടെ നിലപാട്. 22 വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അച്ചടക്ക നടപടിക്ക് മുന്നേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാരണം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടി വ്യക്തമായും വിദ്യാർത്ഥികൾ നൽകേണ്ടതുണ്ട്. എന്തായാലും ലഹരിമുക്തമായിട്ടുള്ള ക്യാമ്പസ് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമയപരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമരത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനം യാതൊരു ഘട്ടത്തിലും മാറ്റില്ല എന്നും സർവകലാശാല ശക്തിയുക്തം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. പക്ഷേ SFIയുടെ സമരത്തിന് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് സർവകലാശാല പറഞ്ഞിരിക്കുന്നത്. വീണ. ഓക്കെ, ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ജോസ്മോൻ മകളുടെ കഴുത്ത് ഞെരിച്ചത് വീട്ടുകാർക്ക് മുന്നിൽ വച്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജാസ്മിൻ അബോധാവസ്ഥയിലായ ശേഷം വീട്ടുകാരോട് മാറാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കഴുത്തിൽ തോർത്ത കുരുക്കി മരണം ഉറപ്പാക്കി. ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, എന്തിന് ഈ കൊലപാതകം നടത്തി, എങ്ങനെ നടത്തി, ഒപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന ചോദ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നൊക്കെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന വിവരങ്ങൾ. എന്തൊക്കെയുണ്ട് ചേർത്ത് വയ്ക്കാൻ? വീണ, ഇതിൽ കൊലപാതകം നടത്തിയത് മിനിഞ്ഞാന്ന് രാത്രി 11 മണിയോടെയാണ്. ഈ ജാസ്മിൻ നിരന്തരം താമസിച്ച് ജോലിക്ക് പോയൊരു സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്നും ജോലി കഴിഞ്ഞാൽ മടങ്ങിയെത്തുന്നത് ഏറെ വൈകിയാണെന്ന പരാതിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. അമ്മയുടെ കൺമുമ്പിൽ വെച്ച് അമ്മയും ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ അച്ഛനും ആണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ അമ്മയുടെ കൂടി കൺമുമ്പിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. ഇത് അമ്മയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരോട് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം വീണ്ടും തോർത്ത് കഴുത്തിൽ മുറുക്കി മരണം ഉറപ്പിക്കുകയായിരുന്നു എന്നതാണ് ജോസിന്റെ മൊഴി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയും പ്രതി ചേർക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുവരെ അമ്മയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, എന്നാൽ ഇന്ന് അമ്മയും കസ്റ്റഡിയിൽ എടുക്കും എന്നതാണ് വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ കഴുത്തിലെ 2 ഞരമ്പുകൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ശ്വാസകോശ കുഴലിനും പൊട്ടലേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള തർക്കം രാത്രി ഉണ്ടാവുകയും അതേ തുടർന്ന് വളരെ മോശമായ രീതിയിൽ മകളുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റമുണ്ടായി. ഇതേ തുടർന്നുള്ള പ്രകോപനത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം കട്ടിൽ കിടത്തിയിരുന്നു. എന്നിട്ട് രാവിലെ ഈ സമീപവാസികളെയും മറ്റും വിളിച്ച് മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും സ്വാഭാവിക മരണമെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായതെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ജോസിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൊട്ടു പിന്നാലെ തന്നെ അമ്മയുടെ അറസ്റ്റും രേഖപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വീണ. ഓക്കെ, ശരി സുധീഷ്. ഈ ലഹരിക്കടത്ത് ഇങ്ങനെ സാധാരണ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സംശയമാണ്. പലതരത്തിലും, അതായത് ഈ ബാഗിൽ കൊണ്ടുവരിക, കാറിൽ കൊണ്ടുവരിക, ബാഗിലാക്കി ബസ് മാർഗം യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും കസ്റ്റംസിൻ്റെ പിടിയിലാകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കൃത്യമായി ആ തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്നിട്ടും അതുവഴി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ കൊറിയർ മാർഗമാണ്.
കൊച്ചിയിലേക്ക് ലഹരി കടത്ത് വരുന്നത്. അത് സാധാരണമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതിലെല്ലാം രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന വാർത്തയാണ്. വിദേശങ്ങളിൽ നിന്ന് എത്തുന്ന മാരക ലഹരികളുടെ മൊത്ത വിൽപ്പനക്കാരായും ഇടനിലക്കാരായും സംസ്ഥാനത്ത് നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാർക്ക് നെറ്റ് വഴിയുള്ള രാസലഹരി കേസിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസണെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCP. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഇനി വന്ന് ഈ കഞ്ചാവിൻ്റെ കട എങ്ങ് തുറന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത്രയധികം കഞ്ചാവ് കടത്ത് ഉണ്ടാകുന്നു, മറ്റ് രാസലഹരി അടക്കമുള്ള കടത്ത് ഉണ്ടാകുന്നു. ഇതിപ്പോൾ കൊറിയർ മാർഗമുള്ള കടത്താണ്. അതിന് പിന്നിലും രാജ്യാന്തര സംഘങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷ, അല്ലേ? അതെ വീണ, അതായത് കൊച്ചി എന്ന് പറയുന്ന മെട്രോ നഗരം ഒരു ലഹരി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് കഴിഞ്ഞ ദിവസം ജൂലൈ 1-ാം തീയതിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ NCB തകർത്തത്. അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസനെ NCB അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള കണ്ടെത്തലുകൾ പറയുന്നത് ഈ എഡിസൺ എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ചെറിയൊരു കണ്ണി മാത്രമാണ്. വിവിധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിലുള്ള സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് NCBക്ക് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും എഡിസനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടക്കുക. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസും അതോടൊപ്പം എക്സൈസ് NCB സംഘങ്ങൾ വലിയ രീതിയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പാഴ്സൽ, കൊറിയർ വഴിയുള്ള പാഴ്സൽ കണ്ടുപിടിക്കുക എന്നുള്ളത് സങ്കീർണകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. കാരണം ഈ കൊറിയർ സ്ഥാപനങ്ങളിലൊന്നും തന്നെ പാഴ്സൽ സ്കാനർ പോലെയുള്ള ഉപകരണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ കൊറിയറിൽ വരുന്ന വസ്തുക്കൾ അത് ലഹരി വസ്തുക്കളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള സൂചനകൾ ഇല്ലാത്ത പക്ഷം ഈ പാഴ്സൽ തുറക്കാനും സാധിക്കില്ല. തപാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ LSD അടക്കമുള്ള രാസലഹരി കടത്തുന്നത്. ഈ പറയുന്ന എഡിസണിൽ നിന്ന് തന്നെ 208 LSD ബ്ലോട്ടുകളാണ് പിടികൂടിയത്. എന്തായാലും പാഴ്സൽ സർവീസ് വഴി ഈ ലഹരി കടത്ത് അത് വലിയ രീതിയിൽ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം NCB നടത്തുന്നുണ്ട്. പോലീസും എക്സൈസും സമാന്തരമായിട്ടും അന്വേഷണം നടത്തുന്നുണ്ട്. എഡിസനെ കേന്ദ്രീകരിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകളിലേക്കും സംഘങ്ങളിലേക്കും എത്തുമെന്നാണ് അനുമാനിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ പറയുന്ന കെറ്റാമലോൺ വഴി കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലഹരി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് NCBക്ക് ലഭിച്ച വിവരം. എന്തായാലും NCB വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കെറ്റാമലോൺ തകർത്തു എന്നുള്ളത് NCBയെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമായിരുന്നു. അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും എഡിസിന് പുറമെ മുഖ്യ ആസൂത്രകരിലേക്കും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം എത്തേണ്ടതുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലേക്ക് NCB കടക്കുകയും ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ, ശരി രേഷ്മ. ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഖാന പ്രസിഡന്റ് ജോൺ മഹാമയാണ് പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഒപ്പം ഖാനയുമായി വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ചതിനെക്കുറിച്ചൊക്കെയും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഖാനയുമായുള്ള സന്ദർശനം വളരെ വിജയകരമായി തന്നെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം അടുത്ത രാജ്യത്തേക്ക് പുറപ്പെട്ടോ? ഖാനയിലെ ഈ 4 ധാരണാപത്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ വളരെ ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാനയിൽ ലഭിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ബഹുമതി, പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാന പ്രസിഡന്റ് നൽകുകയും ചെയ്തു. അത് മാത്രമല്ല, വിവിധ ധാരണാപത്രങ്ങളിൽ അത് സുരക്ഷ സംബന്ധിച്ച ടെക്നിക്കൽ, അത് സാങ്കേതിക കൈമാറ്റം സംബന്ധിച്ച ഒട്ടനവധി കരാറുകളിൽ ഇന്ത്യയും ഖാനയും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഖാന ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഖാനയുടെ പ്രസിഡന്റ് ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. പരസ്പര സഹകരണം, ഭീകരവാദത്തിനെതിരെ പരസ്പര സഹകരണത്തിനുള്ള ധാരണയും ഈ ഇന്ത്യ ഖാന ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ അദ്ദേഹം ഖാനയിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു. ഇനി അടുത്ത
രാജ്യത്തേക്കുള്ള യാത്രയിലാണ്. അർജന്റീനയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ബ്രസീലിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അവിടെ ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുത്ത് അവിടുത്തെ ഭരണകൂടവുമായി ചർച്ചയും നടത്തിയ ശേഷം നമീബിയ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് എത്തുക. ഓക്കെ, ശരി ശ്രീകാന്ത്. ഭാരതവുമായുള്ള പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പീറ്റ് ഹെഗ്സെത്ത് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കാനിരിക്കുന്ന 10 വർഷത്തേക്കുള്ള പ്രതിരോധ ധാരണകളും സംബന്ധിച്ചും ഇരുവരും ചർച്ചകൾ നടത്തി. ഭാരതം US നിന്ന് വാങ്ങാനിരിക്കുന്ന 6 P-81 സമുദ്ര നിരീക്ഷണ വിമാനങ്ങളുടെ കരാർ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. യന്ത്രത്തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം നന്നാക്കാൻ വിദഗ്ധ സംഘം ഈ ആഴ്ച തിരുവനന്തപുരത്തെത്തും. 40 അംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. F-35 നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിലുണ്ടാകും. അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് F-35 യുദ്ധവിമാനത്തിന്റെ യന്ത്രത്തകരാർ പരിശോധിക്കാൻ 40 അംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. F-35 നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിലുണ്ടാകും. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാകും ഉപകരണങ്ങളുമായി സംഘം എത്തുക. ഹാങ്ങറിലെത്തിച്ച് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബ് മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകാനും നീക്കമുണ്ട്. വിമാനത്തിന്റെ 2 ചിറകുകളും അഴിച്ചുമാറ്റിയ ശേഷമാകും F-35 ബ്രിട്ടനിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്. ജൂലൈ 15-നകം വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് സൂചന. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിച്ചാലുടൻ ഇവരെത്തും. വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി ലഭിച്ചാലേ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിൽ കടക്കാനാകൂ. F-35 പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സിന്റെ 2 ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇവരുൾപ്പെടെ 7 പേരാണ് വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ തുടരുന്നത്. വിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കും. അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനെത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35 ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്ന് 14-ാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. നിലവിൽ വിമാനത്താവളത്തിന്റെ 4-ാം നമ്പർ ബേയിൽ CISFന്റെ സുരക്ഷാ വലയത്തിലാണ് വിമാനം. ജനം, തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിലും കാട്ടാനശല്യം രൂക്ഷം. ഇന്നലെയും നമ്മൾ ഈ കാട്ടാനശല്യം സംബന്ധിച്ചുള്ള കാര്യം വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും ഉണ്ടായ ആക്രമണം സംബന്ധിച്ചുമൊക്കെയുള്ള വാർത്തകൾ നൽകിയിരുന്നു. ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് സ്ഥിരമാണ്. കഴിഞ്ഞ ദിവസം പ്രദേശവാസി ദേവസിയുടെ കൃഷിയിടത്തിൽ മരം തള്ളിയിട്ട് തൂക്കുവേലി തകർത്താണ് ഈ ആനക്കൂട്ടം കൃഷിയിടത്തിൽ നിന്ന് ഇറങ്ങിയത്. ആഴ്ചകളായി പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. രാത്രിയായാൽ പിന്നെ ആനകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. പ്രദേശത്തെത്തുന്ന ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. പ്രദേശവാസിയായ ദേവസിയുടെ കൃഷിയിടത്തിൽ മരം തള്ളിയിട്ട് തൂക്കുവേലി തകർത്താണ് കഴിഞ്ഞ ദിവസം ആന എത്തിയത്. തെങ്ങ്, കമുങ്ങ്, പ്ലാവ് ഉൾപ്പെടെയുള്ള കൃഷിയിനങ്ങളെല്ലാം ആന നശിപ്പിച്ചു. ഇപ്പോഴും ഫെൻസിങ് നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നു. പക്ഷേ ആന അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മരം പിളർത്തിയിട്ട് അത് ഇങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ കമ്പ് മുഴുവൻ ഒടിച്ചിട്ട് ആ കമ്പ് കൊണ്ട് അടിച്ചിട്ടാണ് ലൈൻ മുഴുവൻ പൊട്ടിച്ച് കളയുന്നത്. അതുപോലെ തന്നെ കാലും അടിച്ച് കളയുക. ഉണങ്ങിയ മരം കുറ്റിയായിട്ട് നിന്നതുവരെ എടുത്ത് പറിച്ചു കൊണ്ടുവന്നിട്ട് അതും കൊണ്ട് ആ കുറ്റി കൊണ്ടാണ് കമ്പ് കൊണ്ടാണ് ലൈനൊക്കെ അടിച്ചു പൊളിക്കുന്നത്. രാത്രിയിൽ ഇറങ്ങിയ ആനക്കൂട്ടം നേരം പുലർന്നാണ് കൃഷിയിടത്തിൽ നിന്ന് പോയത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് കന്നാരമ്പുഴ കടന്നാണ് ആന കൃഷിയിടത്തിലെത്തുക. വനാതിർത്തിയിലെ വൈദ്യുതി വേലി അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കി വന്യമൃഗശല്യം തടയാൻ നടപടി വേണമെന്ന് പലതവണ കർഷകർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ജനം, വയനാട്. നേരത്തെ സൂചിപ്പിച്ചു, ഭാരതവുമായുള്ള പ്രതിരോധ ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പീറ്റ് ഹെഗ്സെത്ത് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കാനിരിക്കുന്ന 10 വർഷത്തേക്കുള്ള പ്രതിരോധ ധാരണകളും ഇരുവരും ചർച്ചകൾ നടത്തിയതിൽ പെടുന്നു. ഭാരതം US നിന്ന് വാങ്ങാനിരിക്കുന്ന 6 P-81 സമുദ്ര നിരീക്ഷണ വിമാനങ്ങളുടെ കരാറിലും ചർച്ചകൾ നടന്നു. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഐസൺ, വിവരങ്ങൾ എന്താണ്?
തീർച്ചയായും ഭാരതവുമായുള്ള ആ വാണിജ്യ ഡെഫിസിറ്റ് പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രതിരോധ കരാറുകളാണ് ഭാരതവും അമേരിക്കയും തമ്മിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഭാരതം അടുത്ത 10 വർഷത്തേക്ക് വിശാലമായ പ്രതിരോധ ധാരണാ കരാറുകൾ ഒപ്പുവെക്കാനുള്ള ഒരു നടപടിക്രമം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വൈകാതെ തന്നെ പൂർത്തിയാകുമെന്നാണ്, വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നത്. നിലവിലെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും അതുപോലെ തന്നെ ജാവലിൻ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് ഭാരതത്തിൽ നിർമ്മിക്കുന്നതും ആദ്യഘട്ടം ഭാരതം വാങ്ങുന്നതും ഉൾപ്പെടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് വിശാലമായ പ്രതിരോധ ധാരണകളാണ് ഭാരതവുമായി നടപ്പാക്കാനിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ കരാർ സംബന്ധിച്ചുള്ള നിരവധി ധാരണകൾ നിലവിലുണ്ടെങ്കിലും അത് സംബന്ധിച്ച് പൂർത്തീകരണങ്ങൾ ഇനിയും നടക്കാനുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അധികം വൈകാതെ തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാകുകയും യാഥാർത്ഥ്യമാവുകയും ഈ ഡെലിവറി യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ പെൻഡിംഗ് ആയ, അതായത് നിലവിലുള്ള എല്ലാ കരാറുകളും അധികം വൈകാതെ ഏതാണ്ട് 1, 3, 4 മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹകരണം ഭാരതവും അമേരിക്കയുമായി പ്രതിരോധ രംഗത്തെ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് അറിയാനും സാധിക്കുന്നത്. ശരി ഐസൺ, നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ആതുര രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്ന വാർത്തകളാണ് നൽകി തുടങ്ങിയത്. അത് അവസാനിപ്പിക്കുന്നില്ല, ഇന്നലെ തന്നെ തുടങ്ങി വെച്ചതാണ്. ജനം TV വാർത്തയോടൊപ്പം നിൽക്കുകയാണ്. ഈ ആതുര രംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പൊതുജന ശ്രദ്ധയിലേക്കും അധികാരികളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്നുകൊണ്ട് ഈ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും താളം തെറ്റിയ കോഴിക്കോട് ഗവൺമെൻറ് ബീച്ച് ആശുപത്രിയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി തിയേറ്ററുകൾ അടച്ചിട്ട് മാസങ്ങളായി. അധികൃതർ അനാസ്ഥ തന്നെയാണ് ഇവിടെയും കാരണമെന്നാണ് വിമർശനം ഉയരുന്നത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ ബീച്ച് ആശുപത്രി നമുക്കറിയാം ഒട്ടേറെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഈ അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുക, എന്നിട്ട് മാസങ്ങൾ ഇങ്ങനെ അടച്ചിടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതിന് മറ്റൊരു കാരണമില്ല. എന്തുകൊണ്ട് ഇത്രയും നാൾ എടുക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് പ്രധാനം. തീർച്ചയായും വീണ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ്. ദിവസേന നിരവധി രോഗികൾ എത്തുന്ന, രോഗികളുടെ ഏക ആശ്രയമായ ഒരു സർക്കാർ ആശുപത്രിയാണ് ഇവിടെ. ഈ ആശുപത്രി നിരന്തരം പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ആശുപത്രി കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ്. പ്രധാനമായും 2 ഓപ്പറേഷൻ തിയേറ്ററാണ് ആശുപത്രിയിൽ ഉള്ളത്. അതിലൊരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട് മാസങ്ങളാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിനെ പറയുന്ന അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അവിടെ അറ്റകുറ്റപ്പണി നടത്താനുണ്ട്, അതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത് എന്ന്. അത് 1 മാസമല്ല, 2 മാസമല്ല, അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഇപ്പോൾ ശരിയാക്കാം എന്ന് പറയുകയല്ലാതെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല എന്നതാണ്. മറ്റൊരു ഓപ്പറേഷൻ തിയേറ്റർ കൂടി ഈ ആശുപത്രിയിലുണ്ട്. അതും താൽക്കാലിക സംവിധാനത്തിൽ ഒരു വന്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത് എന്നതാണ് വസ്തുത. അതും കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളോ മറ്റു സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ആ മുറിയിലും ഇല്ല എന്നാണ് പുറത്തു വരുന്നത്. അതായത് പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻ തിയേറ്ററിന്റെയും പ്രവർത്തനം ഏറെക്കുറെ നിലച്ച മട്ട് തന്നെയാണ് ഈ ബീച്ച് ആശുപത്രിയിലുള്ളത്. മാത്രമല്ല ഇവിടെ എത്തുന്ന രോഗികളോട് കൃത്യമായി, അതായത് മെഡിക്കൽ കോളേജിലേക്ക് എന്തെങ്കിലും കാര്യമായ ചികിത്സയോ അല്ലെങ്കിൽ മറ്റു ഓപ്പറേഷൻ വേണ്ട സംഭവമൊക്കെ ആണെങ്കിൽ പോലും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ റെഫർ ചെയ്യുന്ന ഒരു നടപടി കൂടി ഇവിടെയുണ്ട്. കാരണം ഇവിടെ അതിനു വേണ്ട കാര്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഇവിടെ ഇല്ല. എല്ലാ കാലത്തും, അതായത് വിവാദങ്ങൾക്ക് നടുവിലും, അതായത് പരാധീനതകളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ ബീച്ച് ആശുപത്രി. ഇവിടെ നിന്ന് എത്തുന്ന രോഗികൾക്ക്, അതായത് ആശുപത്രിക്ക് അകത്ത് നിന്ന് ഈ മഴക്കാലത്ത് ചോരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ OP ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ കാര്യമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. കാരണം അതിലൊക്കെ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ നിർധരരായ രോഗികളാണ് എന്നതാണ്. അതായത് ഇവിടെ നിലവിൽ ചേച്ചി, ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടീനെയൊക്കെ നോക്കുന്നുണ്ട്.
അത് തന്നെയാണ് വീണ. അതായത് ഇവിടെ നിലവിൽ ഒരു പനിയോ അല്ലെങ്കിൽ ചെറിയ അസുഖമായോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആശുപത്രി കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റെന്തെങ്കിലും വലിയ രോഗവുമായൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ആശുപത്രിക്ക് ഏറ്റവും മുകളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. താൽക്കാലികമായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം ഉള്ളത്. പക്ഷെ അതും പരിമിതികൾക്കും ഇല്ലായ്മകൾക്കും നടുവിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് വസ്തുത. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരം എപ്പോൾ കാണും എന്ന് അധികൃതരോട് ചോദിച്ച സമയത്ത് അവർ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫെബ്രുവരിയോടെ, അതായത് അടുത്ത കൊല്ലം ഫെബ്രുവരിയോട് തന്നെ ഈ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും എന്നൊരു വിശദീകരണമാണ് അവർ നൽകിയിരിക്കുന്നത്. അതിന് ഇനിയും മാസങ്ങളുണ്ട്. അതായത് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട രോഗി, അവർ ഇനിയും മാസങ്ങളോളം ഇത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ പ്രവർത്തനം സാധാരണഗതിയിലാവണമെങ്കിൽ മാസങ്ങൾ ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതായത് ആരോഗ്യ രംഗത്ത് നമ്മൾ ഒന്നാമതാണെന്ന് സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പും ഒക്കെ കാലങ്ങളായി കൊട്ടിഘോഷിക്കുന്ന പ്രൊപ്പഗാൻഡ, അതിന്റെ ഭാഗമായി നടക്കുന്ന അത് വെറും പ്രൊപ്പഗാൻഡ മാത്രമാണ് എന്ന് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാകും വീണ. ഓക്കെ, ശരി അനഘ, അത് കൃത്യമായി മനസ്സിലാകുമെന്ന് അനഘ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ കാലങ്ങളായി ഇതേ വിഷയം തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഈ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇത്തരത്തിലുള്ള വിവിധ അനാസ്ഥകൾ വിവിധ ഇടങ്ങളിൽ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ തന്നെ ഒരു റിപ്പോർട്ടറുടെ അനുഭവം ഞങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ കൊണ്ട് തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ ഒരു നിത്യസംഭവമാണ് എന്നാണ്. ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ രമ്യയ്ക്ക് 1 ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയ ഉപകരണമാണ് വാങ്ങി നൽകേണ്ടി വന്നത്. നിർധനരായ ഇവർ നാട്ടുകാരുടെ സഹായത്താലാണ് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. ഇന്നലെ മിഥുൻ സ്വന്തം അനുഭവം തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിവുകളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. രമ്യ അത്തരത്തിലൊരാളാണ്. വിവരങ്ങൾ എന്താണ്? രമ്യയ്ക്ക് കഴിഞ്ഞ മെയ് മാസം 9-ാം തീയതിയാണ് പക്ഷാഘാതം സംഭവിക്കുന്നത്. ഈ 9-ാം തീയതി പക്ഷാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് നിർദ്ദേശിച്ചത്. പക്ഷേ എനിക്കുണ്ടായ അനുഭവത്തിന് സമാനമായി തന്നെ ഉപകരണങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ പുറമേ നിന്ന് വാങ്ങി നൽകണമെന്ന ഈ രമ്യയുടെ മറ്റക്കര സ്വദേശിയായിട്ടുള്ള രമ്യയുടെ ബന്ധുക്കളോട് പറയുകയാണ് ചെയ്തത്. അവരാണെങ്കിൽ തീർത്തും നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ്. വളരെ പാവപ്പെട്ട് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ രമ്യയാണെങ്കിൽ തൊട്ടടുത്ത ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുക്കായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ പക്ഷാഘാതം വന്ന് തലച്ചോറിൽ രക്തസ്രാവം സംഭവിച്ച് ഇത്തരത്തിൽ തലചുറ്റി വീണത്. ഇവരോട് പറഞ്ഞിരുന്നത് ഈ ലിസ്റ്റ് ഇവർക്ക് പുറമേ നിന്ന് വാങ്ങേണ്ട ലിസ്റ്റുകൾ അവർക്ക് കൊടുത്തു. ഇവർ ഇത് പ്രകാരം നോക്കുമ്പോൾ ഏതാണ്ട് ലക്ഷങ്ങളാണ് വില വരുന്നത് എന്നുള്ളതാണ് ഈ സാധനങ്ങൾക്ക്. ഈ കോയിലുകൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഒരെണ്ണത്തിന് 40,000 രൂപ വില വരും. അത് 2 എണ്ണമാണ് വേണമെന്ന് പറഞ്ഞത്. ഈ സർജറി തുടങ്ങുന്ന സമയത്ത് സർജറിക്കിടെ തന്നെ ഈ കോയിലുകളുടെ എണ്ണം കൂടുതലായി വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഇവരോട് കരുതണമെന്നും പറയേണ്ടി വന്നു. ഒപ്പം തന്നെ മറ്റ് ചില കിറ്റുകൾ, അതായത് 40,000 രൂപ വിലയുള്ള ഈ കോയിലുകൾക്ക് പുറമെ 8,000 മുതൽ 9,000 രൂപ വില വരുന്ന ഗൈഡ് വയർ, അതുപോലെ തന്നെ 1,500 മുതൽ 2,000 രൂപ വരെ വില വരുന്ന ശസ്ത്രക്രിയ DSI കിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റാണ് ഇവർക്ക് നൽകിയത്. 1 ലക്ഷത്തിൽ കൂടുതൽ വില ഇവർക്ക് വരുമായിരുന്നു. ഇവർ ഈ ബില്ല് കണ്ട് അന്തം വിട്ടു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവം വന്നിട്ടുള്ള രോഗി ഈ ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു ഈ വില പേശൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ ഇവർക്ക് വേറെ വഴിയില്ലാതെ നാട്ടിലെ തന്നെ ഒരു സന്നദ്ധ സംഘടനയായിട്ടുള്ള സബർമതി ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുകയും അവർ നാട്ടുകാരെല്ലാം ചേർന്ന് ചില പണം സ്വരൂപിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ 20,000 സങ്കടകരമാണ് മിഥുൻ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം സർക്കാർ ആശുപത്രി ആശ്രയിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സിൽ സർക്കാർ നോക്കിക്കോളും തങ്ങളെ എന്ന വിചാരമാണ്. നികുതി പണം അതിനായി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാരിൽ നിന്നൊക്കെ പിരിവെടുത്ത പാവങ്ങൾക്ക് അവരുടെ അസുഖത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് പുറത്തുനിന്ന് വാങ്ങി മെഡിക്കൽ കോളേജുകളിൽ ചിലവാക്കേണ്ടി വരുന്നത്. സങ്കടകരമായ അവസ്ഥയാണ്.
യെസ്, ഡോക്ടർ ഹാരിസ് വിഷയം ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇപ്പോൾ തത്സമയം. ഡോക്ടർ ഹലോ, ഓക്കെ ഡോക്ടർ, ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്നലെ DMEക്ക് കൈമാറിയിട്ടുണ്ട്. താങ്കൾ പറയുന്ന പല കാര്യങ്ങളിലും വസ്തുതയുണ്ട് എന്നാണ് ഇപ്പോൾ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ റിപ്പോർട്ട് കാണുന്നത്? ഇന്നലെ ഞാൻ വൈകുന്നേരം 5 മണി 6 മണി വരെ ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. എൻക്വയറി കമ്മിറ്റിക്ക് തെളിവ് കൊടുത്തുണ്ട്. തിങ്കളാഴ്ചയും ഇത് തെളിവുകളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും അടിസ്ഥാനം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. അല്ല, ഞാൻ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് അത് വളരെ സങ്കീർണമാണ്, അത് ലളിതമാക്കണമെന്നൊരു ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അതെ, അതിൽ എൻക്വയറി കമ്മിറ്റിയുടെ അവസാന ചോദ്യം അതായിരുന്നു, എന്താണ് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു. ഞാനത് നിർദ്ദേശങ്ങൾ പറയുക മാത്രമല്ല, A4 സൈസിലുള്ള 2 പേജ്, അത് 4 പേജ് അതിനകത്ത് നിറയെ അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ അത് വെക്കണം. ഞാൻ നാളെ ഈ സർവീസിലില്ലെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ അതിലൂടെ കൊടുത്തിരുന്നു. താങ്കളുടെ തുറന്നു പറച്ചിൽ കൊണ്ട് ഒരു ഗുണമുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടായല്ലോ. അന്ന് ഓപ്പറേഷൻ മാറ്റിവെച്ച രോഗികൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വന്ന് കണ്ട്, എന്നെയും എൻ്റെ സഹപ്രവർത്തനം കണ്ട് ഒന്ന് തൊഴുത് ഒരു പുഞ്ചിരി തന്നിട്ടാണ് പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിലാണ് നമുക്ക് സമാധാനം. ധാരാളം മാറ്റങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി വായിച്ചിരുന്നു. മാതൃഭൂമിയിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അക്ഷരം പ്രതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഇതിലുള്ള ഈ വികസന സമിതിയുടെയും മറ്റേ ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ അത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ട് പ്രകാരം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ല. അതായത് ചില ഭാഗങ്ങൾ ഡോക്ടർ ഭാഗം അംഗീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ബ്യൂറോക്രസിയെ പറ്റി പറയുമ്പോൾ ഇങ്ങനൊരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയി എന്നുള്ളതാണ് ഡോക്ടർക്കെതിരെ ഒരു വിമർശനം. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാനത് എൻ്റെ കയ്യിൽ തെറ്റുപറ്റി. കാരണം അത് മാർഗം സ്വീകരിച്ചത് ശരിയല്ല എന്ന് എനിക്കറിയാം. അത് ശരിയല്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് തെറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യവകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. അത് ആ പ്രശ്നം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്നും അടിയന്തരമായി പരിഹരിക്കുമെന്നും എൻ്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും അതിന് കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോട് ഞാൻ അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആരും എന്നെ ഭീഷണിപ്പെടുത്തല്ല, എന്നാലും എനിക്കത് തെറ്റുപറ്റി എന്ന് തോന്നി. കാരണം അത് കൂടുതലും അത് അഫക്റ്റ് ചെയ്തത് 3 പേരെയാണ്. അന്ന് മുഖ്യമന്ത്രി, 2 ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, പിന്നെ പാർട്ടി CPM. ഇവർ 3ഉം എന്നും എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് സപ്പോർട്ട് തരികയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള 3 പേരാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നെ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത്. അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വേദനിച്ചു. ഇന്നലെ ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു. ഇത് ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഒരു അടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത്. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്.
ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടി ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഈ FB പോസ്റ്റ് ഇത്തരത്തിൽ തുറന്ന് പറച്ചിൽ നടത്തിയതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഭയമുണ്ടോ? ഇല്ല, ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും, അതുകൊണ്ട് ഭയമില്ല. പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ വിദേശത്തെ ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് എനിക്ക് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ മാത്രം ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല. മാത്രമല്ല, ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജെല്ലാം അടുത്ത എൻ്റെ 2 ജൂനിയർ ഡോക്ടർമാരും തൊട്ട് ജൂനിയറായിട്ടുള്ള മാധവ് സാറും ഷാജു സാറും ലീവാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോക്ടർ നിർമ്മൽ KP എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ചു. എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് OP നടത്തും. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി. ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അവൻ വളരെ സുരക്ഷിതനായിരിക്കുന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും അതിൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി. അത് താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയുകയാണോ? വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയല്ല. എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടല്ല ഞാൻ ഇത്, കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ബ്യൂറോക്രസിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തുള്ളൊരു ഭീഷണിപ്പെടുത്തലിന്റെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരിക്കലും അല്ല. ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ബ്യൂറോക്രസിയോട് മാത്രമാണ് എൻ്റെ പോരാട്ടം. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട്. എനിക്ക് വേറെ ഒരു രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല. ഈ പ്രതികരണം നേരത്തെ ഉണ്ട്. പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയും, അതിന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ്. പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സത്യം കണ്ട് പ്രതികരിക്കുന്ന ആളാണ്. അത് എനിക്ക് ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ്. അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നല്ല, സത്യം വിളിച്ച് മൂടിയിരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഡോക്ടർ ഇക്ബാലിനെ പോലുള്ളവർ താങ്കൾക്ക് പിന്തുണയുമായി രംഗത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണെന്നൊക്കെയാണ്. അതെ, ഇക്ബാൽ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റിലെ ക്വിസിന് ഫസ്റ്റ് വാങ്ങിച്ചതിന് ഇക്ബാൽ സാറാണ് എനിക്ക് കല്ലറ സ്കൂളിൽ വന്ന് എനിക്ക് അന്ന് സമ്മാനം തന്നത്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഇക്ബാൽ സാറിനെ അറിയാം. ഇക്ബാൽ സാറ് ഒരുപക്ഷെ എന്നെ അറിയുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഇക്ബാൽ സാറ് മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി പ്രൊഫസറായിരുന്നു. അദ്ദേഹം വളരെ ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിനെ അന്നും ഇന്നും കണ്ടിട്ടുള്ളത്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ മുതിർന്ന ഒരു പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ ഞാൻ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാൻ സാധ്യതയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എനിക്ക് വളരെ മൂല്യം കൊടുക്കുന്നു. അറിയിച്ചിട്ടില്ല. ഞാനത് താത്വികമായിട്ട്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ലോങ് പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്കൊരു സസ്പെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫയൽ സ്റ്റോക്ക് രജിസ്റ്ററുകൾ, അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. ഇന്നെയും പണിഷ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കിനി താക്കോലും കൂടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ട ഒരു ചെറിയ ചടങ്ങ് മാത്രമേ. അതെ, എൻ്റെ തൊട്ട് താഴെ നമുക്ക് സീനിയോറിറ്റി ഉണ്ടല്ലോ. നമ്മുടെ തൊട്ട് താഴെയുള്ളതാണ് ഡോക്ടർ ഷാജു, അദ്ദേഹം ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളത് ഡോക്ടർ മാധവൻ, അദ്ദേഹവും ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളതാണ് ഡോക്ടർ നിർമ്മൽ
അദ്ദേഹത്തിനാണ് ചാർജുകളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഒക്കെ പിന്തുണ ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി തന്നെ അക്കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചന താങ്കൾക്ക് എങ്ങനെ ലഭിക്കുന്നു? ഇല്ല, ഒരു ചട്ടലംഘനത്തിന് സാധാരണ സസ്പെൻഷനാണ് അതിൻ്റെ ചെയ്തത്. അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തയാൾക്ക് ശിക്ഷ കിട്ടും. അതിന് നമുക്കതിനകത്ത് വിഷമമില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു സസ്പെൻഷൻ ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര നാളത്തേക്കാണോ, അത് സ്ഥലം മാറ്റം വല്ലതും ആണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും മറ്റു പ്രിപ്പറേഷൻ, എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യത എന്നുള്ളതൊന്നുമില്ല. എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, മക്കൾക്ക് മൂത്തയാൾക്കും ജോലിയായി. അപ്പോൾ അവരുടെ വരുമാനമുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല. എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ തന്നെ. ഒരു കടുത്ത തീരുമാനങ്ങളും ഇല്ല. വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തെറ്റ് ചെയ്താൽ ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിന് മടിയുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സർവീസ് ഞാനില്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല. മെഡിക്കൽ കോളേജിൽ സർവീസുകൾ മോശമാക്കി കാണിച്ചതല്ല. കേരളത്തിലെ ലക്ഷം ജനങ്ങളുടെ ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട് ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിപ്രശസ്തമായ സ്ഥാപനമാണ്. 1956 ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണത്. വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്. വളരെ അതിപ്രശസ്തരായ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 6 ഡോക്ടർമാരും 20 വർഷത്തോളം സർവീസ് ഉള്ളവരാണ്. കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ജബ്ബാർ സാറാണെങ്കിൽ എൻഡോക്രൈനോളജിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡോക്ടറാണ് ജബ്ബാർ സാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വാങ്ങിച്ച ഡോക്ടർ അരവിന്ദ്, ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരുള്ള നല്ല ഒരുപക്ഷെ ദേശീയ നിലവാരത്തിൽ തന്നെ വരുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൽഹി എയിംസ് പോലുള്ള എയിംസ് വരണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡൽഹി എയിംസിനേക്കാളും മികച്ച നിലവാരത്തിലേക്ക് വരും. കാണുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ നടപടി മുന്നിൽ കാണുന്നു. പക്ഷേ ജോലി പോയാലും ഭയമില്ല. സർക്കാരിനെയോ മെഡിക്കൽ കോളേജിനെയോ അല്ല വിമർശിക്കുന്നത്, ബ്യൂറോക്രസിയാണ് വിമർശിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ അദ്ദേഹം നടപടി മുന്നിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചാർജുകളും ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. സസ്പെൻഷൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് എല്ലാ തെളിവുകളും നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല തരത്തിൽ തീരുമാനങ്ങൾ വരട്ടെ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ജോലിയിൽ ഇരുന്നു കൊണ്ട് ഈ വിമർശനങ്ങൾ തെറ്റായിപ്പോയി എന്ന അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. നടപടി വരും എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതുകയും ചെയ്യുന്നു. നടപടി വന്നാൽ അത് പെട്ടെന്നുള്ള കൈമാറ്റമാകട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിൽ ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച ഇറാന്റെ നടപടി സ്വീകാര്യമല്ലെന്ന് അമേരിക്ക. നിലപാടിൽ നിന്ന് പിന്തിരിയാൻ ഇറാന് ഇനിയും അവസരമുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ഇന്നലെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, വിവരങ്ങൾ പറയൂ. It is, we'll use the word unacceptable, that Iran chose to suspend cooperation with the IAEA at a time when it has a window of opportunity to reverse course and choose a path of peace and prosperity. Iran must cooperate fully without further delay. Prior to the, as will the shutting down of your phone, that has to proceed without delay. Prior to the United States' successful military operation, Iran was amassing a growing stockpile of highly enriched uranium for which there was no credible peaceful purpose, and it was the only state producing highly enriched uranium up to 60% that does not have nuclear weapons. Yes, വിവരങ്ങൾക്കായി ഐസണിലേക്ക്. ഐസൺ, പറയൂ. തീർച്ചയായും വേണം. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ടാമി ബ്രൂസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായതുപോലെ ഇറാന്റെ ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെയാണ് മസൂദ് പെഷസ്കിയാൻ പുറപ്പെടുവിച്ചത്. ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് ഒട്ടും സ്വീകാര്യമല്ല എന്ന കൃത്യമായ നിലപാടാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ
ഈ വിഷയം പാർലമെന്റ് പാസാക്കുകയും ചെയ്ത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്കുമായി സഹകരിക്കുന്ന നീക്കങ്ങളിൽ നിന്നും പിന്തിരിയാനുള്ള തീരുമാനം ഈ കഴിഞ്ഞ ദിവസം നടപ്പാക്കുകയും ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് പാസാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മസൂദ് പെഷഷ്കിയാന്റെ ഈ ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. നേരത്തെ നമുക്ക് ചില സൂചനകൾ ലഭ്യമായതനുസരിച്ച് അന്താരാഷ്ട്ര ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അതായത് ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരു നീക്കവും ഇറാൻ നടത്തുന്നു എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒട്ടും സ്വീകാര്യമല്ല. ഈ ഇറാൻ മാത്രമാണ് 60% ശുദ്ധമായ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആയുധം നിർമ്മിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം അസ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇറാനെതിരെ ശക്തമായ നിലപാട് ഇനിയും സ്വീകരിക്കേണ്ടി വരും. തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല, ഇനിയും ഇറാനെ അത്തരം തീരുമാനങ്ങൾ പിൻവലിക്കുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധന ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും അവസരമുണ്ടെന്നും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നിലപാടുകളുണ്ട്. തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആണവോർജ ഏജൻസി തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ ന്യൂക്ലിയർ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇറാന് നൽകിയതിന് പിന്നാലെയാണ് സഹകരിക്കില്ല എന്ന നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായും അതിന്റെ പരിശോധനകൾ ഒഴിവാക്കുന്നതിനും കുറെ കൂടി ശക്തമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള നീക്കമാണ് എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയുമായി അമേരിക്ക മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, ഫോർഡോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർത്തിട്ടുണ്ട് അമേരിക്ക ആക്രമണത്തിൽ ഇറാനിലുണ്ടായിരുന്ന ആണവ നിലയങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണം അടുത്ത കാലത്ത് ഒരു ഭീഷണിയായി മാറാനുള്ള സാഹചര്യമില്ല എങ്കിൽ കൂടി അത് അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു. അൺഅക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അസ്വീകാര്യം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ടാമി ബ്രൂത്ത് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. ശരിയായി സർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11 കാണാതായ 34 പേർക്കായി NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നും തിരച്ചിൽ നടത്തും. ചണ്ഡീഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചതുമൂലം വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കനത്ത മഴയുണ്ട്. അവിടെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യവുമുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഉത്തരേന്ത്യയിലാകെ മിക്കയിടങ്ങളിലും കനത്ത മഴ വലിയ മഴക്കെടുതികളിലേക്കും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും സൂക്ഷിക്കേണ്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യയിലാകെ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് വരുന്ന പ്രധാനപ്പെട്ട വിവരം. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11 എന്നുള്ളതാണ് വാർത്ത. കാണാതായ 34 പേർക്കായി NDRF, SDRF സംഘങ്ങൾ തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ചണ്ഡീഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചതുമൂലം വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ പലയിടത്തും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 7 വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട്. എന്തായാലും ഈ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ, ഈ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം മേഘവിസ്ഫോടനവും ഒക്കെയാണ് പ്രധാന പ്രശ്നമായി മാറുന്നത്. ഓക്കെ, ശരി ശ്രീകാന്ത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ പക്ഷേ വേഗത്തിൽ ഈ കാറ്റ് ശക്തമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശ്രീനന്ദ ചേരുന്നു തിരുവനന്തപുരത്ത്. ശ്രീനന്ദ, എന്താണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പ്, മറ്റ് മുന്നറിയിപ്പുകളൊക്കെ വരുന്നത്? കാരണം മഴ ഇടത്തരം മഴ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് അറിയിക്കുന്നുണ്ട്. എങ്കിലും കാറ്റ് 40 കിലോമീറ്റർ വേഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെയും എത്രത്തോളം ശ്രദ്ധ വേണം, തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ വേണം തുടങ്ങിയ കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ ഉണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇവിടങ്ങളിലൊക്കെ എന്ന് എടുത്തു പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ബാക്കി. ഈ കൃത്യമായ മഴ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു ആശങ്കയുടെ കാലത്ത് നിന്ന് മാറി ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടത്തരം മഴ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും കാറ്റ് അതിശക്തമായി വീശുന്നതാണ് ആശങ്കപ്പെടേണ്ടത്. ശ്രീനന്ദ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ
കാറ്റ് വലിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു റിപ്പോർട്ടിൽ? വീണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 3 മണിക്കൂർ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാകുമെന്നാണ് ഈ ഒരു മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും എല്ലാ ജില്ലകളിലും തന്നെ പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ മുൻകരുതലുകൾ എല്ലാ ജില്ലകളിലും എടുക്കണമെന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത്. എന്തായാലും 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത അലേർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു മണിക്കൂറിൽ പറയാൻ സാധിക്കുന്നത് ശക്തമായൊരു മഴ, ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയും അതുപോലെ തന്നെ കാറ്റിനുമുള്ളൊരു സാധ്യതകൾ എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ടാകുമെന്നൊരു കാര്യമാണ് പറയുന്നത്. തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന വകുപ്പും അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ എല്ലാവരും തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് അലേർട്ടുകളോ ജാഗ്രതകളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ശക്തമായ മഴയും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. രാജ്യത്തെ അപമാനിച്ച് കോൺഗ്രസ്. ഭാരതത്തിന്റെ തലയില്ലാത്ത ഭൂപടം കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിലാണ് ഷെയർ ചെയ്തത്. കശ്മീരിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാനും ചൈനയ്ക്കും വിഭജിച്ച് നൽകിയാണ് ഭൂപടം. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിക്കാനിട്ട പോസ്റ്റിലാണ് രാജ്യത്തെ അപമാനിച്ചത്. വിവാദമായപ്പോൾ ഇത് പിൻവലിച്ചു. ഞെട്ടിക്കുന്ന സംഭവം എന്നാണ് BJP ഇതിനെ വിശേഷിപ്പിച്ചത്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ തലയില്ലാത്ത ഭൂപടം കോൺഗ്രസ് ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം നടക്കുകയാണ്. ആ വിദേശ പര്യടനത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡിലിൽ ഷെയർ ചെയ്ത ഭൂപടമാണ് അത്. ആ ഭൂപടത്തിലാണ് രാജ്യത്തിൻ്റെ ഭൂപടത്തിന് തലയില്ലാതെ അവർ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമായി കശ്മീരിൻ്റെ ഭാഗങ്ങൾ വിഭജിച്ച് നൽകിയ രീതിയിലാണ് ഈ ഭൂപടം ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഷെയർ ചെയ്തത് മറ്റ് ഒരു യൂണിറ്റുമല്ല, അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അവരുടെ എക്സ് ഹാൻഡിലാണ് ഇത് ഷെയർ ചെയ്തത്. ഞെട്ടിക്കുന്നത് എന്നാൽ അത്ഭുതമില്ല എന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. അമിത് മാളവ്യ അത് തൻ്റെ എക്സ്പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്, പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് അത്ഭുതമില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അമിത് മാളവ്യ പറയുന്നത്. അതിനാൽ തന്നെ ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നത് എന്നും അമിത് മാളവ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടത്, വളരെ കാലത്തെ പഴക്കമുള്ള രാജ്യം ഭരിച്ച പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകത്തിൻ്റെ പേരിലുള്ള എക്സ് പോസ്റ്റാണ്, എക്സ് ഹാൻഡിലാണ് രാജ്യത്തിന് തലയില്ലാതെ ഇന്ത്യയുടെ തല വെട്ടിമാറ്റിയ രീതിയിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു വന്നത് എന്നുള്ളത് അപമാനകരം തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മുൻപും കോൺഗ്രസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരുടെ പോസ്റ്റുകളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അത്ഭുതമില്ലെന്ന് അമിത് മാളവ്യയെ പോലെയുള്ള BJP നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ രോഷം കേരളത്തിലെ കോൺഗ്രസ് ഈ നീക്കത്തിനെതിരെ അണപൊട്ടുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇനി വന്നു തുടങ്ങേണ്ടതുണ്ട്. പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീകാന്ത്. കാരണം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഈ വിഷയത്തെ അങ്ങനെ കണ്ടു കളയാൻ കഴിയുമോ എന്ന് പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾ ഭാരതം ഭരിച്ച ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ എന്ന് കൂടി പറയേണ്ടി വരും. രാജ്യത്തിനെ അപമാനിച്ചുകൊണ്ടുള്ളൊരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് അപ്പുറം അങ്ങനെ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസിനില്ലേ ഈ വിഷയത്തിൽ? വീണ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒന്ന് ഓർക്കേണ്ടത്, ഈ അടുത്ത് കോഴിക്കോട് ഒരു സ്ഥാപനം സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തലയില്ലാത്ത ഭൂപടം ഷെയർ ചെയ്തു. അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ രാജ്യദ്രോഹത്തിനാണ് കേസെടുത്തത്. ഓർക്കേണ്ട കാര്യം, കേരള പോലീസാണ് കേസെടുത്തത്. എടുത്ത കേസ് രാജ്യദ്രോഹത്തിനാണ്. അത് നടന്നിട്ടിപ്പോൾ ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ. അത് അടിവരയിട്ട് പറയേണ്ട സംഭവമാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നുപോയി. അത് അവർ ബോധപൂർവം ചെയ്തതല്ല, അതിൽ അബദ്ധം പറ്റിപ്പോയതാണ്. അതവർ ക്ഷമ പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ
അവർക്കെതിരെ എന്നാലും ആ ഖേദം പ്രകടിപ്പിച്ചാലും ക്ഷമ പറഞ്ഞാലും രാജ്യത്തിൻ്റെ തലയില്ലാത്ത ഭൂപടം ആയതിനാൽ കേസെടുക്കുകയും ചെയ്തു. വെറും കേസല്ല എടുത്തത്, രാജ്യദ്രോഹത്തിനാണ് കേസെടുത്തത്. അതിനാൽ തന്നെ കോൺഗ്രസ് ഈ ചെയ്ത പ്രവൃത്തിക്ക്, അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ലഭ്യമാണ്, കോൺഗ്രസ് ഈ ചെയ്ത പ്രവൃത്തിക്ക് കേരള പോലീസ് എന്ത് കേസാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്, എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാഭാവികമായും ഇരട്ട നീതി പാടില്ല. കോൺഗ്രസിൻ്റെ ഈ നേതാക്കൾക്കെതിരെ, നേതൃത്വത്തിനെതിരെ സ്വാഭാവിക നടപടി, എല്ലാവർക്കും ഒരുപോലെയാണ് നിയമമെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കേണ്ടതാണ്. അത് കേരള പോലീസ് ചെയ്യുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് മാത്രമല്ല, BJP നേതാക്കൾ, കേരളത്തിലെ BJP നേതാക്കൾ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇനി ഇതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ത് പ്രതികരണമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതും ഏറെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് ഏതാണ്ട് 70-75 വർഷക്കാലം രാജ്യം മുന്നോട്ട് പോയതിൽ അതിൻ്റെ സിംഹഭാഗവും ഈ രാജ്യത്തെ ഭരിച്ചത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സാണ് തലയില്ലാത്ത രാജ്യത്തെ, തലയില്ലാത്ത ഭാരതത്തിൻ്റെ ഭൂപടം ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ എക്സ്പോസ്റ്റുകൾ എല്ലാ കാലത്തും വിവാദമായിട്ടുണ്ട്. അമിത് മാളവിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മുൻപും സമാനമായ രാജ്യദ്രോഹ പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അമിത് മാളവിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒന്ന്, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം. 2, BJPയും അതോടൊപ്പം ദേശീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. 3, കേരള പോലീസ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഇരട്ട നീതി പാടില്ല എന്നുള്ളതാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിലെ എല്ലാം വസ്തുത. അതിനാൽ തന്നെ അവർക്കെതിരെ കർശനമായ നിലപാട്, രാജ്യദ്രോഹ കേസ് ചുമത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തലയില്ലാത്ത ഇന്ത്യയെയാണ് കോൺഗ്രസ്സിന് വേണ്ടതെങ്കിൽ ആ രീതിയിൽ കോൺഗ്രസ് ചെയ്തിരിക്കുകയാണ്. കേരള പോലീസ് തലയില്ലാത്ത രാജ്യത്തെയാണോ, ഇന്ത്യയാണോ അംഗീകരിക്കുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണാം. ശ്രീകാന്ത്, ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നീട് വിവാദമായപ്പോൾ അത് പിൻവലിക്കുന്ന സാഹചര്യവും. പക്ഷേ ഇത് രാജ്യത്താകമാനം ഇപ്പോൾ ചർച്ചയായ സാഹചര്യമാണുള്ളത്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഈ വിഷയത്തിൽ പ്രതികരിച്ചേ മതിയാവുകയുള്ളല്ലോ. ഞാൻ ശ്രീകാന്തിലേക്ക് വരാം. ശ്രീ RV ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ RV ബാബു, നിരുത്തരവാദപരമായ ഒരു നിലപാട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, അതോ അവരുടെ നിലപാട് അവരറിയാതെ തന്നെ അങ്ങ് വന്നുപോയതാണോ ഈ മാപ്പിലൂടെ? താങ്കൾ കരുതുന്നത് എന്താണ്? ഒരു ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു അബദ്ധം എന്നുള്ള നിലയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇത് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരം കാര്യം ഇപ്പൊ പഹൽഗാമിലെ സംഭവം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള ഒരു വാദം പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ ലോകത്തോട് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് എക്സ് ഹാൻഡിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതൃത്വം ഇതിന്റെ സോഷ്യൽ മീഡിയ ആ കമന്റാണ് പാകിസ്ഥാൻ അവരുടെ പ്രചരണത്തിന് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചതെന്ന് അന്ന് നമുക്കറിയാം. പിന്നീട് അത് അവർ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോ ഭീകരവാദികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കമന്റ് ഇത് ആദ്യത്തേതല്ല. അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഭാരതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗമാണ് കാശ്മീർ എന്നിരിക്കെ കാശ്മീരിനെ ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള, കാശ്മീർ ഇല്ലാത്ത ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും ഈ രാജ്യത്തെ അപമാനിച്ചിരിക്കുന്നത്, ഈ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത്. അപ്പോ പ്രതിഷേധം വരുമ്പോൾ പിൻവലിക്കുന്നു എന്നുള്ളത് നിവൃത്തികൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് തികച്ചും കാരണം ഇത്തരം ഭൂപടം തെരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ, ഏതെങ്കിലും ഒരു സ്ഥാപനം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇത് ചെയ്യുമ്പോൾ ഇത് വേണ്ടത്ര ചിന്തിക്കാതെ ചെയ്തു എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അവരറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. കാശ്മീരിന്റെ കാര്യത്തിൽ അവർക്ക് ആ നിലപാടുള്ള, അവർ പാകിസ്ഥാന്റെ വാദത്തോടൊപ്പമാണ് എന്ന് വേണം പറയാനായിട്ട്. കോൺഗ്രസിന്റെ ഈ നിലപാട് ഇതിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ തന്നെ അത് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം കാശ്മീർ ഇന്ത്യയുടേതല്ലെന്നാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് ഇന്ത്യയിൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ എന്നുള്ള പേരിലാണ്. അത് വേറെ പേരിലാണ്. എന്ന് വെച്ചാൽ അവര് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു.
ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ വാദം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു പ്രചരണമായിട്ട് വേണം ഇതിനെ കാണാൻ. ശക്തമായിട്ട് കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. തീർച്ചയായും വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീകാന്ത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കം തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശ്രീകാന്ത്. ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ചയായ ഒരു ഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഇടപെടേണ്ടി വരില്ലേ ഈ വിഷയത്തിൽ? വീണ, സ്വാഭാവികമായും ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം രാജ്യത്തിൻ്റെ തലയാണ് വെട്ടിമാറ്റി കോൺഗ്രസിൻ്റെ ഒരു ഘടകം, ഒരു സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യം ഭരിച്ചതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമരത്തിലടക്കം അവർക്ക് നിർണായക പങ്കുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഈ ആർ വി ബാബു പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയതിന് ശേഷം ഇത്തരത്തിൽ ഈ രാജ്യത്തിൻ്റെ തല തന്നെ അറുത്തു മാറ്റിക്കൊണ്ടുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. എവിടെ നിന്നാണ് ഇതിൻ്റെ ഇത്തരത്തിൽ ഈ ഷെയറിങ് നടക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നതെങ്കിൽ കർശനമായ നടപടി, രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തേണ്ട വിഷയം തന്നെയാണ് ഇത്. ഇതിൻ്റെ അഡ്മിൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം ഇതിനോടകം തന്നെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെയും നടന്നതായി അറിയില്ല. ഇതിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും പ്രതികരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഡൽഹിയിലെത്തി വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ഈ ഞെട്ടിക്കുന്ന എന്നാൽ അത്ഭുതപ്പെടാനില്ലാത്തത് എന്ന് അമിത് മാളവ്യയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ ഈ വിഷയം എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മറുപടി പറയേണ്ട വിഷയം തന്നെയായിരിക്കും. കാരണം അറുത്തുമാറ്റപ്പെട്ടത് രാജ്യത്തിൻ്റെ തലയാണ്. അതിനാൽ കോൺഗ്രസ് മറുപടി പറഞ്ഞേ തീരൂ. ഓക്കെ, ശരി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീകാന്ത്, ഈ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശ്രീകാന്ത് നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ഇതുപോലുള്ള നടപടികൾ ഇതിനു മുൻപും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യം. ആ സമയത്തൊക്കെ എടുത്ത നിലപാടുകൾ, കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? ഇതിനെതിരെയും കേസുകൾ വരുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്? മുൻപും സമാനമായ വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നിയമ നടപടികളിലേക്ക് ഇത് പോയി എന്ന് കരുതുന്നില്ല. കാരണം അന്ന് അതിരൂക്ഷ വിമർശനങ്ങൾ നേതാക്കളുടെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ കേസിലേക്കും നിയമ നടപടികളിലേക്കും അത് പോയി എന്ന് കരുതുക വയ്യ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യവുമല്ല. പക്ഷേ വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. അവർ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ മാപ്പ് പറയുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് പിൻവലിയുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്തിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാനാകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാജ്യത്തിൻ്റെ തലയറുത്താണ് കോൺഗ്രസ് ഇട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനും ചൈനയ്ക്കുമായി വിഭജിച്ച് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. കശ്മീരിൻ്റെ 2 ഭാഗങ്ങൾ കോൺഗ്രസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഷെയർ ചെയ്തിരിക്കുന്നതിലൂടെ അവർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയ്ക്കുമായി വിഭജിച്ച് നൽകുകയാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ തലയറുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്തത്. ഒരുപക്ഷെ പഹൽഗാമിലൊക്കെ ഈ പാക് ടെററിസ്റ്റുകൾ ചെയ്തതിനേക്കാൾ വലിയ ഹീനമായ കുറ്റകൃത്യം കോൺഗ്രസ് ചെയ്തിരിക്കുന്നു. ഇത് ഒരു സാധാരണ ഒരു സ്ഥാപനം ഞാൻ നേരത്തെ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞു. അവർ ചെയ്തപ്പോൾ രാജ്യദ്രോഹ വകുപ്പാണ് ചുമത്തി കേസെടുത്തത്. സ്വാഭാവികമായും ആ നിലപാടാണ് കേരള പോലീസിനുള്ളതെങ്കിൽ കേരള പോലീസ് ചെയ്യേണ്ടത് രാജ്യത്തിനെതിരായ യുദ്ധമായി ഇതിനെ കാണണം. തിരിച്ചു വരാം. ശശികല ടീച്ചർ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശശികല ടീച്ചർ, ഇത് തുടർച്ചയായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി കേസെടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാട്, ഉത്തരവാദിത്വപരമായ ഒരു നിലപാട് ഇതാണോ എന്ന ചിന്തയാണ് തുടർച്ചയായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് എന്താന്ന് പറഞ്ഞാല് അത് കോൺഗ്രസിന്റെ ജനിതക സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാശ്മീരിനെ ഈ കോലത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കളുമാണ്. അവർക്ക് രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന കാഴ്ചപ്പാട്
ഇല്ലാത്തതിന്റെ ബാക്കിയാണ്. നമുക്ക് രാഷ്ട്ര വിഭജനം തൊട്ട് നമുക്കറിയാം അവിടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പാളിയിട്ടുണ്ട് എന്നുള്ളത്. അതിനപ്പുറമാണ് കാശ്മീരിനെ ഒരു പ്രശ്നബാധിത പ്രദേശമായി നിലനിർത്തിയതിന്റെ പ്രധാന പങ്ക്. കാശ്മീരിലെ തീവ്രവാദികളോടൊപ്പം തന്നെ അതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. കാശ്മീർ നഷ്ടപ്പെടുത്തിയതും കോൺഗ്രസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ കാശ്മീർ ഒരു വിഷയമായതും LOCക്ക് അപ്പുറം നമ്മുടെ ഭരണപരിധിയിലാണോ എന്നുള്ള അതൊക്കെ നമുക്ക് അത്തരമൊരു അവസ്ഥയുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനെ കാശ്മീർ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. കാരണം എന്നാലാണ് അവര് ലക്ഷ്യം വെച്ചത് കാശ്മീർ ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാശ്മീരിനെ പ്രശ്നബാധിതമായി നിലനിർത്തിയത്. നമുക്കറിയാം നമ്മുടെ പട്ടാളക്കാരാണ് രാജ്യവിഭജനം കഴിഞ്ഞ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി വിഭജനത്തിന്റെ ആ ബഹളത്തിലൊക്കെയും കാര്യമായി നമുക്ക് ആയുധങ്ങളോ ഇതൊന്നും ഇല്ലാത്ത കാലത്തും നമ്മുടെ പട്ടാളക്കാർ ധീരമായി പാകിസ്ഥാൻ കടന്നുകയറ്റക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, പാകിസ്ഥാനെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ കാശ്മീർ പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയെ ചെല്ലുകയും അത് പ്രശ്നമാക്കുകയും വെടിനിർത്തൽ നടത്തുകയൊക്കെ ചെയ്തിട്ട് കാശ്മീർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിന് ഇനി അത് തീരണമെങ്കിൽ ആ കാശ്മീർ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് സമാധാനമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലിരിപ്പാണ് ഈ ഭൂപടത്തിലൂടെ പുറത്തു വന്നത്. അപ്പോൾ കേസെടുക്കണം എന്നുള്ളത് മൂന്നരത്തരം രാജ്യദ്രോഹമാണ് ചെയ്തത്. കേസെടുക്കണം, പക്ഷെ കേവലം കേസ് മാത്രമല്ല. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതൊരു ഭീകരവാദ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ നമുക്ക് കേസോ അനന്തര നടപടികളോ മാത്രം മതിയായിരുന്നു. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഒരു ഭീകരവാദ പ്രസ്ഥാനം അല്ല എന്നാണ് ജനങ്ങൾക്ക് മുന്നിൽ അവരിപ്പോ വേഷം കെട്ടി നിൽക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ വേഷമാണ്. അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യപരമായി ചർച്ച ചെയ്യണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം അഖണ്ഡമായി നിലനിർത്തുന്നതിന് പകരം അതിനെ കഷ്ണം മുറിച്ച് ഇപ്പോഴും നഷ്ടപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവരിനിയും ജനാധിപത്യത്തിന്റെ പേരിൽ നമുക്ക് മുന്നിൽ വരാമോ? അപ്പൊ ഇത് ഒന്ന് കേസെടുക്കണം. മാതൃകാപരമായി തന്നെ. കാരണം സാധാരണ വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റല്ല ഇത്. വ്യക്തികൾക്ക് പറ്റുന്ന തെറ്റ് ഒരു പക്ഷേ കേസിലൂടെയോ ശിക്ഷയിലൂടെയോ നമുക്ക് ഒഴിവാക്കാം. ഇത് വ്യക്തികൾക്ക് പറ്റുന്നതല്ല, ഒരു പ്രസ്ഥാനം ബോധപൂർവം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് തരത്തില് ഇത് കേസെടുത്ത് രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അവരെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ വരെ ഇല്ലാതാക്കാന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ ആ നിലയിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകണം. ഒപ്പം ജനാധിപത്യപരമായി ഇത് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യണം. ഇനി ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന നിലയിൽ തന്നെയാകണം ആ ചർച്ച. യെസ്, വളരെ നന്ദി ശശികല ടീച്ചർ. ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതവരുടെ നിലപാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് തുടർച്ചയായി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിനെ എതിർക്കേണ്ടതാണ് എന്ന കാര്യവും കൂടിയാണ്. ഒപ്പം കേരള പോലീസ് ഈ വിഷയത്തിൽ നിന്ന് നിലപാടെടുക്കും എന്നുകൂടിയാണ് നോക്കുന്നത്. രാജ്യത്തെ അപമാനിച്ചുകൊണ്ടാണ് ഭാരതത്തിൻ്റെ തലയില്ലാത്ത ഭൂപടം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിൽ ഷെയർ ചെയ്യപ്പെട്ടത്. പിന്നീട് വിവാദമായപ്പോൾ ഇത് പിൻവലിക്കുകയായിരുന്നു. ബ്യൂറോക്രസിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. ആരെയും ഭയക്കുന്നില്ല, വകുപ്പ് തല നടപടി പ്രതീക്ഷിച്ച് തന്റെ ചുമതല മറ്റൊരാൾക്ക് കൈമാറുകയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഇതിനിടെ ഡോക്ടർ ഹാരിസിനെ തള്ളാതെയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹാരിസ് പറയുന്നത് വസ്തുത തന്നെ. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് സമിതിയുടെയും കണ്ടെത്തൽ. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, അല്പസമയം മുമ്പ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതേസമയം ഈ സമിതിയുടെ കണ്ടെത്തലാകട്ടെ ഈ ഒരു പർട്ടിക്കുലർ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അതങ്ങനെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്നാണോ ആ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല ഡോക്ടർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ ഒരു നടപടി വേണം എന്നാവശ്യപ്പെടുമ്പോൾ തന്നെ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സർവ്വസാധാരണമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി ഈ ഒരു 4-അംഗ സംഘത്തെ എന്താണ് ഈ ഹാരിസ് ഡോക്ടർ പറഞ്ഞതിലുള്ള വസ്തുത എന്ന് തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ 4-അംഗ സംഘമാണ് ഇന്നലെ DMEക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. DME ഇന്ന് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തികച്ചും വാസ്തവപരമായ കാര്യമാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം ഈ ഒരു ലഭ്യതക്കുറവ് കാരണം ആ ഒരു ശസ്ത്രക്രിയ മുടങ്ങാനുണ്ടായൊരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങാനുണ്ടായൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഈ ഒരു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള നൂലാമാലകൾ സൂപ്രണ്ടിനും അതുപോലെ തന്നെ മറ്റുള്ള അധികാരികളിലും മേൽ ഈ ഒരു നൂലാമാലകളെല്ലാം തന്നെ മാറ്റിയാൽ മാത്രമേ ഈ ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തുകയുള്ളൂ. ഈ ഒരു നൂലാമാല
ചുമതലകളെല്ലാം പരിഹരിച്ച് സൂപ്രണ്ടിനും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനും ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ, ഉപകരണങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള നടപടികൾക്കും വേണ്ടിയുള്ള അധികാരം നൽകണമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹാരിസ് ഡോക്ടർ FB പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം അത് തങ്ങളുടെ റിപ്പോർട്ടിലോ തങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമോ അല്ല, സർക്കാരാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഈ ഒരു വിദഗ്ധ സമിതി അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് നൽകിയ വിദഗ്ധ സമിതി പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിന് മറുപടിയായിട്ടാണ് കുറച്ചു മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ താൻ ചെയ്തത് ഒരു തെറ്റ് താൻ ചെയ്തു. കാരണം ഈ ഒരു FB പോസ്റ്റ് താൻ ഇടാൻ പാടില്ലായിരുന്നു. അത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വലിയ പിഴവാണ്. താൻ പ്രതികരിച്ചത് ബ്യൂറോക്രസിക്കെതിരെയാണ്, അല്ലാതെ സർക്കാരിനോ അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ മന്ത്രാലയത്തിനോ എതിരെയല്ല, ബ്യൂറോക്രസിക്കെതിരെയാണ് താൻ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിനൊരു ഉചിതമായൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നൊരു സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, തനിക്കെതിരെ ഇനിയൊരു നടപടി ഉണ്ടായാൽ, സസ്പെൻഷൻ തുടർന്നുള്ള നടപടികളൊക്കെ തന്നെ ഈ ഒരു റിപ്പോർട്ടിന്മേൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ചുമതലകളെല്ലാം തന്നെ തൻ്റെ കീഴിലുള്ള മറ്റ് ജൂനിയർ ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. താക്കോലും അതുപോലെ തന്നെ താൻ നോക്കുന്ന പേഷ്യൻസിനെ എല്ലാം തന്നെ മറ്റൊരു ജൂനിയർ ഡോക്ടറിനെ ഏൽപ്പിച്ചതിന് ശേഷം താൻ ആ ഒരു നിയമ നടപടികൾ നേരിടാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ഡോക്ടർ ഹാരിസ് കുറച്ചു മുൻപ് പ്രതികരിച്ചത്. എന്തായാലും താൻ FB പോസ്റ്റ് ഇട്ട, പരസ്യമായി പ്രക്ഷോഭം നടത്തിയത് അല്ലെങ്കിൽ പരസ്യമായ ഒരു പോസ്റ്റ് ഇട്ടത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റ് തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കുറച്ചു മുൻപുണ്ടായത്. സർക്കാരോ അതുപോലെ തന്നെ മറ്റു വ്യക്തികളോ തന്നെ ഇതുവരെയും യാതൊരു തരത്തിലുമുള്ള ഭീഷണിയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. തനിക്ക് ഈ ഒരു ജോലി ഇല്ലെങ്കിലും മറ്റ് ജോലികൾ ചെയ്തായാലും ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താൻ സാധിക്കുമെന്നുകൂടി ഹാരിസ് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ യൂറോളജി വിഭാഗമല്ല, എല്ലാ വിഭാഗങ്ങളിലും തന്നെ മെഡിക്കൽ കോളേജിൽ ഈ ഒരു ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് എല്ലായ്പ്പോഴും അതൊരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെതിരായി അല്ലെങ്കിൽ അതിനൊരു കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടൽ അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു പ്രതികരണത്തിന്മേൽ ഉണ്ടാവുകയാണെങ്കിൽ അത് തനിക്ക് വളരെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് കൂടിയാണ് അദ്ദേഹം കുറച്ചു മുൻപേ പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് എന്തുകൊണ്ടാണ്, ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ലഭ്യതക്കുറവ് ഇതുവരെയും സൂപ്രണ്ടോ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ആരും തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുണ്ടായൊരു ഒരു പ്രശ്നമായതിനാൽ അതിന് തക്കതായൊരു തീരുമാനം അല്ലെങ്കിൽ തക്കതായൊരു നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് ആ ഒരു റിപ്പോർട്ടിലും ഡോക്ടർ നാലംഗ സംഘം നൽകിയ റിപ്പോർട്ടിലും പറയപ്പെടുന്നത്. എന്തായാലും നടപടികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് പുറകെ കണ്ടു തന്നെ അറിയണം. ഇന്ന് തന്നെ ആരോഗ്യമന്ത്രിക്ക് DME ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ മുൻകരുതലുകളായിട്ടാണ് അദ്ദേഹം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ ഒരു തൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ താൻ നോക്കുന്ന രോഗികളായിക്കോട്ടെ അതുപോലെ തന്നെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലകളെല്ലാം തന്നെ ജൂനിയർ ഡോക്ടർമാർക്ക് നൽകിക്കൊണ്ട് ആ ഒരു എന്താണോ തനിക്കെതിരെ വരാൻ പോകുന്ന ആ ഒരു നിയമ നടപടി അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് എന്തായാലും അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. പണിതിട്ടും തീരാതെ കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ നിർമ്മാണം തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി കെട്ടിടമായി മാത്രം നിലകൊള്ളുകയാണ്. 60 രോഗികൾക്ക് ആശ്വാസമാകേണ്ട പദ്ധതി അനന്തമായി നീളുന്നത് സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രം. മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിലാണ് ഈ സ്വപ്ന പദ്ധതി ഉള്ളത്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, 10 വർഷം എടുത്തിരിക്കുന്നു ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി. ഇപ്പോഴും അത് പൂർത്തിയാകാതെ ആരെ ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്, അവർക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാതെ നീണ്ടു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ലേ? വീണ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഓഗസ്റ്റ് മാസമാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ട് തറക്കല്ലിടുന്നത്. പക്ഷേ 11 വർഷം പിന്നിട്ടിട്ടും ഇത് നടപ്പാക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. മന്ത്രി P രാജുവിന്റെ മണ്ഡലം കൂടിയായിട്ടുള്ള കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയാണ് കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യും, ഉടൻ ഉദ്ഘാടനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ തീയതിയൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെങ്കിലും അത് പ്രാവർത്തികമൊന്നും ആക്കിയിട്ടുമില്ല. പ്രധാനമായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് തന്നെയാണ് കാരണം.
മധ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഈ അർബുദ രോഗികൾക്ക് ആശ്രയമാകേണ്ട ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ രീതിയിൽ ഇടതുവലത് സർക്കാരുകൾ വലിയ സ്വപ്നമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. 1360 കിടക്കകൾ, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ, മറ്റ് ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ. ഇതാണ് കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ സർക്കാരുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 287 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ 10 വർഷം പിന്നിടുന്നു, 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു, എന്നിട്ടും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. മന്ത്രി പി രാജീവ് ആണെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുമില്ല. എന്തായാലും ഇതൊരു കെട്ടിടം മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരത്ത് RCC പോലെ തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ വെല്ലുന്ന തരത്തിലുള്ള ആധുനിക പരിശോധനാ സംവിധാനങ്ങളുമായിരുന്നു സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ മാറി മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ, അതായത് ഈ 2014 തറക്കല്ലിട്ടു, അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നിരുന്നു. അതുകൂടാതെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്ക് അടക്കം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന ഒരു കഥ കൂടിയുണ്ട് ഈ RCCക്ക്. എന്തായാലും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടുള്ള നടപടികളിലേക്കും കടന്നിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ അലംഭാവമാണ് ഈ റീജിയണൽ ക്യാൻസർ സെന്റർ ഇപ്പോഴും ഒരു പദ്ധതിയായിട്ട് മാത്രം നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി രേഷ്മ. അപ്പോൾ പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്ക് പോകാം. നമസ്തേ.